ഷലോം, ബോക്കർത്തോ. ഞാൻ റീന ഫ്രാൻസിസ്, എറുഷലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആൾക്കാർ എഴുന്നേറ്റൊക്കെ തുടങ്ങുന്ന സമയമാണ്. നിങ്ങൾ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തിരക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ തന്നെ ലൈവിൽ വരാൻ ആളുകൾ കുറവായിരിക്കും, എനിക്ക് അറിയാവുന്നതാണ്. പക്ഷെ എൻ്റെ ഈ സമയം കുറച്ച് പെർഫെക്റ്റാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ ഈ സമയത്ത് വന്നത് തന്നെ. പിന്നീട് സഹോദരങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ ലൈവ് കയറി കണ്ടാലും മതി. ഇപ്പം ലൈവിൽ എന്താ പറയുന്നത്, എല്ലാവരും വന്നിരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ലൈവ് കാണാൻ പറ്റുന്നവർ ലൈവ് കാണുക, അല്ലാത്തവർ പിന്നീട് ഇരുന്നെങ്കിലും ഈ ലൈവ് ഞാൻ ചെയ്തിട്ടിരിക്കും, നിങ്ങൾക്ക് പിന്നീട് ഇരുന്നെങ്കിലും കാണാൻ പറ്റും. എനിവേ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. കുറേ പേര് നോട്ട്സായിട്ട് അത് എഴുതിയെടുത്തു എന്ന് കേൾക്കാനിടയായിത്തീർന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ദൈവവചനം കേൾക്കാനും അത് നോട്ട്സായിട്ട് എഴുതിയെടുത്ത് അത് മനസ്സിലാക്കി പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു മനസ്സ് ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു വീട് പണിയുന്നതിന് മുമ്പേ അതിനൊരു വാരം തോണ്ടും, അല്ലേ? ബേസ്മെന്റ് വേണം ആ വീടിന്. അപ്പോൾ നമ്മളൊരു വാരം തോണ്ടി ഒരു ബേസ്മെന്റ് ഒക്കെ അടിസ്ഥാനം ഇടാൻ വേണ്ടിയിട്ട് ആദ്യം വാരമൊക്കെ തോണ്ടി കഴിയുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും, പാറകളടുക്കി ബേസ്മെന്റ് പണിയും, അല്ലേ? അപ്പോൾ ഇതുപോലെ ഞാൻ നിങ്ങൾ എന്ന് പറയുന്ന കുറച്ചു പേര്, അതായത് എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്ത് നിങ്ങൾക്കറിയാം, കോടാനുകോടി ആളുകൾ ഈ ലോകത്ത് ഉണ്ട്. ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പോൾ തന്നെ കോടാനുകോടി ആളുകൾ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ റീല് നോക്കുന്നു, ചിലർ ടിക്ടോക്ക് നോക്കുന്നു, ചിലർ യൂട്യൂബിലെ ഷോർട്സ് നോക്കുന്നു, ചിലർ വാർത്തകൾ കാണുന്നു, ചിലർ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കോടാനുകോടി ആളുകൾ. ഈ കോടാനുകോടി ആളുകളുടെ ഇടയിലാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ചു പേര്, അല്ലേ? നമ്മുടെ സഹോദരങ്ങൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ചു പേര് എന്ന് പറയുന്നത് ഈ കോടാനുകോടി ആളുകളുടെ ഇടയിലാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചു പേര് എന്നെ കേൾക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഇതെന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ. ഈ ഞാൻ പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് വലിയ കഴമ്പില്ലാത്തത് കൊണ്ടാണോ കുറച്ച് പേര് നിങ്ങൾ എന്നെ കാണുന്നതും, മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടന്റുകൾക്ക് വലിയ കഴമ്പുള്ളത് കൊണ്ടും അവരെന്തോ വലിയ സംരംഭം ചെയ്യുന്നത് കൊണ്ടുമാണോ ഒത്തിരി ആളുകൾ അവരെ കാണുന്നതും? അത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അപ്പം ഞാൻ പറയുന്ന കണ്ടന്റുകൾക്ക് എന്താ പറഞ്ഞ കുറച്ച് എന്താ പറയുന്ന ആളുകൾ വന്ന് അത് കാണുന്നതും മറ്റുള്ളവരുടെ കണ്ടന്റുകൾക്ക് ഒത്തിരി ആളുകൾ വന്ന് കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം. അപ്പം പൊതുവേ നമ്മുടെ സമൂഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞു വെച്ചിരിക്കുന്ന എന്താണ്, വ്യൂവേഴ്സ് കൂടുമ്പോൾ, അല്ലെങ്കിൽ ലൈക്സ് കൂടുമ്പോൾ, അല്ലെങ്കിൽ അത് ഷെയർ കൂടുമ്പോൾ അതാണ് ഈ ലോകത്തെ ഏറ്റവും എന്തോ ശ്രേഷ്ഠമായത്, എന്തോ പ്രഷ്യസ് ആയത് എന്നുള്ളൊരു തരത്തിലാണ് ആളുകളുടെ മനോഭാവം എന്ന് പറയുന്നത്. പക്ഷെ ദൈവവചനം പറയുന്നതനുസരിച്ച് ദൈവവചനം എന്താ പറയുന്നത്? നരകത്തിലേക്കുള്ള വഴി വീതിയുള്ളതും വിശാലതയേറിയതുമാണ്, അതിലേക്ക് കടക്കുന്നവർ അനേകരെന്നാ പറയുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാകുന്നു, അതിലേക്ക് കടക്കുന്നത് ചുരുക്കമത്രേ എന്നാ പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സത്യമായ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഗ്രഹിക്കുവാനുമുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ആ ആളുകളുടെ എണ്ണം കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഗ്രഹിപ്പാൻ തക്കവണ്ണമുള്ള ആ പ്രാപ്തി ഉള്ളവർക്കേ അത് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തുടക്കകാലത്തിൽ തന്നെ എൻ്റെ വീഡിയോസുകൾ കാണാനായിട്ട് ഒത്തിരി മില്യൺ കണക്ക് വ്യൂവേഴ്സ് എൻ്റെ വീഡിയോസ് കാണാനുണ്ടായിരുന്നു. അത് സത്യമാണ് കേട്ടോ. കർത്താവ് എങ്ങനെയാണോ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക്
കർത്താവിന്റെ ശ്രുതി അങ്ങ് പരക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് കർത്താവിന്റെ ശ്രുതി അങ്ങ് പരന്നു. ഇസ്രായേൽ മുഴുവനും കർത്താവിന്റെ ശ്രുതി പരന്നു. കാരണം എന്താ വെച്ചാൽ കർത്താവ് ഇങ്ങനെ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവിന്റെ ശ്രുതി അങ്ങ് ഇസ്രായേൽ മുഴുവനും അങ്ങ് പരക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് എന്ത് ചെയ്തു? കർത്താവ് തന്റെ പഠിപ്പിക്കലുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത്ഭുതങ്ങളൊക്കെ കുറച്ചു. കാരണം കർത്താവിന്റെ പുറകെ തിന്നാൻ വേണ്ടി ഇങ്ങനെ കൂടുകയായിരുന്നു ജനം മൊത്തവും. തീറ്റിപ്പണ്ടാരങ്ങളെ പോലെ കർത്താവ് എവിടെ പോയാലും ഇന്ന് തിന്നാൻ കിട്ടും എന്നുള്ള ഇതിൽ പോവുകയായിരുന്നു കർത്താവ്. ഇവര് ഭക്ഷണത്തിന് വേണ്ടി പുറകെ നടക്കുന്നു കണ്ടപ്പോൾ തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു? അവിടുന്ന് സ്ഥലം വിട്ടു, വേറൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിന്റെ എന്താ പറയുന്നത്, പുറകെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് കർത്താവിന്റെ പുറകെ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് കർത്താവ് എന്ത് ചെയ്യാൻ തുടങ്ങി? ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങി. വചനം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, വചന സത്യങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആളുകളെല്ലാം കൂടി, ഇവന്റെ വാക്ക് ഇവൻ കടിഞ്ഞ വാക്ക് സംസാരിക്കുന്നു, അയ്യോ ഇതൊന്നും കേൾക്കാനുള്ള ത്രാണിയും പ്രാപ്തിയും നമുക്കൊന്നുമില്ല, ഇതെന്തുവാ പഠിപ്പിക്കുന്നത്, എന്താ പറയുന്നേ എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ എന്ത് ചെയ്തു? വിട്ടകന്നു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്തു? കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? വീണ്ടും കർത്താവിനെ പിന്തുടരാൻ തുടങ്ങി. അവസാനം കർത്താവ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ മാത്രമേ ശേഷിച്ചുള്ളൂ. അല്ലാതെ ഈ കൂടെ ഉണ്ടായിരുന്നവരും ഈ ശ്രുതി കേട്ട് കർത്താവിന്റെ പുറകെ നടന്നവരൊന്നും അവസാനം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ് അതൊക്കെ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇതുപോലെ ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ വീഡിയോസ് കാണാൻ മില്യൺ കണക്ക് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? ഇസ്രായേലിലെ കാഴ്ചകൾ കാണിക്കുമല്ലേ, യെരുശലേമിനെ മുഴുവനും ഇങ്ങനെ എല്ലാം ഓട്ടിച്ചിട്ട് കാണിക്കുമല്ലേ. ഗക്ഷമന തോട്ടം, പിന്നെ ഒലിവ് മല, പിന്നെ കർത്താവ് കുരുടനെ സൗഖ്യമാക്കിയ നമ്മുടെ ശീലോഹാക്കുളം എന്ന് പറഞ്ഞ് ജനങ്ങൾ കാത്തിരുന്നു ആകാംക്ഷയോടെ ഒരു നോക്ക് കാണാൻ കൊതിച്ച സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആളുകൾ മുഴുവനും കൂട്ടത്തോടെ വരാൻ തുടങ്ങി. പിന്നെ വചന സത്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഇവള് വലിയ സുവിശേഷം പഠിപ്പിക്കുന്ന ആള്, ഇവള് അങ്ങ് വലിയ കൊമ്പത്തെ ആള് എന്ന് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സത്യമായ ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിശാചിന് ഇളക്കപ്പെരുപ്പം കൂടുമല്ലോ. അങ്ങനെ ആളുകൾ ഇങ്ങനെ പോകാൻ തുടങ്ങി. ഇപ്പോൾ സത്യമായിട്ടും ദൈവം തനിക്ക് വേണ്ടവരെ ഫിൽട്ടർ ചെയ്ത് ദൈവം എടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി. ഒരു സെക്കൻഡ്, ഇപ്പൊ വരാവേ. ദൈവം തനിക്ക് വേണ്ടവരെ ഫിൽട്ടർ ചെയ്ത് ഇപ്പം എടുത്തതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇൻട്രോഡക്ഷൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് കുറച്ച് പേർക്ക് വരാനുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടണ്ടല്ലോ, ആ ലൈവ് കേട്ട് തുടങ്ങുന്നതിനൊരു അവസരം നഷ്ടപ്പെടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു തുടക്കക്കാര്യം ഇങ്ങനെ പറഞ്ഞത് തന്നെ. എനിവേ പോട്ടെ, ആ വിഷയത്തിലേക്ക് മാറി നമുക്ക് കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ നിന്നും അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ. ഇതൊരു നീണ്ട പറഞ്ഞു വരുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ പോവുകയാണ്. ഇത് കുറേ നാളുകൾ എടുത്താണ് കുറേശ്ശെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞും മനസ്സിലാക്കിയും പഠിച്ചും വെച്ചത് ആത്മാവിൻ്റെ വളർച്ചയെക്കുറിച്ചാണ്. ആത്മാവ് സുഖമായിരിക്കുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും തന്നെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ആരോഗ്യത്തെ കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ആരോഗ്യത്തെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടുകൂടിയും ബലത്തോടും സൗന്ദര്യത്തോടും ഒക്കെ കൊണ്ടു നടക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തരുടെയും ഒരു വളർച്ചാ കാലഘട്ടമുണ്ട് എന്നുള്ളതാണ്. ഈ ശരീരം ഇപ്പൊ സൗന്ദര്യത്തോടെ വെച്ചിരിക്കുന്ന ഈ ശരീരം എന്നും ഇങ്ങനെ സൗന്ദര്യത്തോടെ ഇരിക്കത്തില്ല. ഇന്ന് കുറച്ച് വണ്ണം കുറഞ്ഞിരിക്കും, നാളെ കുറച്ച് വണ്ണം കൂടിയിരിക്കും. ഇന്ന് കുറച്ച് ടാൻ അടിച്ചിരിക്കും, നാളെ കുറച്ച് ടാൻ പോയിരിക്കും. ഇന്ന് കുറച്ച് ആരോഗ്യത്തോടിരിക്കും, നാളെ കുറച്ച് ആരോഗ്യം കുറച്ച് കുറഞ്ഞിരിക്കും. ഇന്ന് കുറച്ച് ശരീരത്തിന് ബലവും ആരോഗ്യമുള്ള ശക്തി ഉള്ളതുപോലെ ഇരിക്കും, നാളെ കുറച്ച് ക്ഷീണം ഉണ്ടായതുപോലെ തോന്നും. ഇങ്ങനെ
മനുഷ്യന്റെ ശരീരഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന്റെ ശരീരഘടന മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ മനുഷ്യന്റെ ശരീരഘടന മാറുന്നതിനനുസരിച്ച് അതിന്റെ വ്യത്യാസം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യത്യാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും സെറ്റായിരിക്കും. ഇന്ന് ഒരു ദുഃഖം വന്നാൽ, നമ്മുടെ ശരീരത്തിനൊരു മാറ്റം വന്നാൽ നമ്മുടെ മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറഞ്ഞു തരും, നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ബോധത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് എപ്പോഴും നിങ്ങൾക്കൊരു കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുണ്ട്, എപ്പോഴും ഉണ്ട് മനുഷ്യർക്ക്. അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ അയ്യോ കുഴി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് എപ്പോഴും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് കൺസേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ പറഞ്ഞത്? അതായത് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം എപ്പോഴും നന്നായിരിക്കണം. നിങ്ങളുടെ ശരീരത്തെ കെയർ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു മൈൻഡാണ് ഈ കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഞാൻ പലവട്ടവും നിങ്ങൾക്ക് ഈ 3 മൈൻഡുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു പേർക്ക് അത് മനസ്സിലായി കാണും, കുറച്ചു പേർക്ക് മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുക്കും. കാരണം ഇത് സാധാരണപ്പെട്ട ഒരു കാര്യമില്ല. ഒരു സെക്കൻഡ് സഹോദരൻ. ഓക്കെ, അപ്പോൾ ഇതൊരു സാധാരണപ്പെട്ട ഒരു കാര്യമല്ല, ഒരു സാധാരണപ്പെട്ട ഒരു ചിന്തയുമല്ല. ഈ കോൺഷ്യസ് നിങ്ങളുടെ മൈൻഡിനെ കുറിച്ച്, നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യങ്ങളായി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ കേട്ട അറിവുകളിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ അത് കേൾക്കാനും ഒക്കെ തുടങ്ങിയത്. അതായത് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് 3 തലങ്ങളാണ് ആ മനുഷ്യന്റെ മനസ്സിനകത്തുള്ളത് തന്നെ. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, പിന്നൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ്, ഒന്ന് അൺകോൺഷ്യസ് മൈൻഡ്. ഇങ്ങനെ 3 മനസ്സുകളുടെ ഒരു ഒരു കൂടിച്ചേരലാണ്. ഒരുമിച്ചിരിക്കുന്ന ഒരു 3 മനസ്സുകളെയാണ് ദേഹി എന്ന് വിളിക്കുന്നത്. നമ്മൾ ദേഹം, ദേഹി, ആത്മാവാണ് യഥാർത്ഥ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനിൽ നിലകൊള്ളുന്ന 3 ഘടകങ്ങളാണ് ദേഹം, ദേഹി, ആത്മാവ്. ഈ ദേഹി എന്ന് പറയുന്നത് മൈൻഡ്, സോള്. അപ്പോൾ ഈ ദേഹിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ദേഹി എന്ന് പറയുന്നത് 3 തരം മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന ഒന്നാണ് ഈ ദേഹി എന്ന് പറയുന്നത്. അതിനെയാണ് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയെ എപ്പോഴും ആരോഗ്യത്തോട് വെച്ചിരിക്കാൻ, നിങ്ങളുടെ ബോഡിയെ കെയർ ചെയ്ത് വെച്ചിരിക്കാൻ, നിങ്ങളുടെ ബോഡിയെ നന്നാക്കി കൊണ്ടു നടക്കാൻ, നിങ്ങളുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള സകലത്തെയും നിങ്ങൾക്ക് അപ്പപ്പോ പറഞ്ഞു തന്ന് നിങ്ങളെ വഴി നടത്തുന്ന ഒന്നാണ് ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് തന്നെ. പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡിനെയും മറികടന്ന് നിങ്ങളുടെ ശരീരത്തെ ഭരിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഞാൻ പറയുന്ന കാര്യം കുറച്ച് ഡീപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കി പറ്റുന്നവർ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുന്നത് കൂടി നല്ലതായിരിക്കും. ഈ ലൈവ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും ഈ ലൈവ് വന്നിരുന്ന് കണ്ടിട്ട് ആ നോട്ട് എഴുതിയെടുത്ത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് ആദ്യം പഠിച്ചിരിക്കുക. കാരണം ഞാൻ കഴിഞ്ഞ ലൈവിൽ വന്നപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ ആരാണ്? ഈ ലോകത്ത് നമുക്ക് കോടാനുകോടി മനുഷ്യരുണ്ട്. ഈ ലോകത്തും ഈ കോടാനുകോടി മനുഷ്യരെന്ന് പറയുന്നവരെല്ലാവരും തന്നെ വളരെയധികം വിദ്യാഭ്യാസ രംഗത്തും അറിവിന്റെ ലോകത്തും ഒക്കെയായിട്ട് സ്വയം ആളുകൾ എല്ലാവരും തന്നെ തങ്ങൾ പണ്ഡിതന്മാരാണ്, തങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ്, തങ്ങൾ അറിവാളികളാണ്, തങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന് വിചാരിച്ചും വിശ്വസിച്ചും അവരുടെ പഠനത്തിന്റെ കാറ്റഗറി അനുസരിച്ച് അവരെന്ത് വിഷയത്തെക്കുറിച്ചാണോ പഠിക്കുന്നത് ആ ലോകപ്രകാരമുള്ള അറിവ് കിട്ടിക്കഴിയുമ്പോൾ അവർ വലിയൊരു ലോകത്തിലെ ജ്ഞാനിയായി സ്വയം മാറുകയാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ ജനത്തെ മുഴുവനെയും. അങ്ങനെ
ഇരിക്കുന്ന ഈ മനുഷ്യ സമൂഹത്തിനിടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെയും അറിവിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവന്റെ വിദ്യാഭ്യാസ രംഗത്തെ വെച്ചാണ്. അവൻ എന്തിനെ ആശ്രയിച്ച് പഠിച്ചിരിക്കുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ്. അവൻ ഭയങ്കര സംഭവമാണ് കേട്ടോ, ഭയങ്കര ജ്ഞാനിയാണ് കേട്ടോ, ഭയങ്കര അറിവാളിയാണ് കേട്ടോ എന്നൊക്കെ പറയുന്നത് അവന്റെ വിദ്യാഭ്യാസത്തിന്റെ അളവ് വെച്ചിട്ടാണ്. അവൻ പഠിച്ച പുസ്തകത്തിന്റെ അളവ് വെച്ചിട്ടാണ് അവനെ വലിയ ജ്ഞാനിയായി അളക്കുന്നത് തന്നെ. അപ്പോൾ ഇത്രയും ജ്ഞാനിയായ മനുഷ്യർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ആത്മീയ ലോകത്ത്, ആത്മീയ രംഗത്ത് ആത്മീകരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു, സ്വർഗത്തിലെ ദൈവവുമായിട്ട് കൂടിച്ചേർന്ന് ജീവിക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ നിത്യരാജ്യത്തിലേക്ക് കടക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മീയ ഗുരുക്കന്മാർ എണീറ്റിട്ടുണ്ട്. പലതരങ്ങളിൽ പല മേഖലകളിലായിട്ട് പുരോഹിതന്മാരുടെ വേഷത്തിൽ, പാസ്റ്റർമാരുടെ വേഷത്തിൽ, ഉപദേശിമാരുടെ വേഷത്തിൽ, അൽമായന്മാരുടെ വേഷത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറെ പേര് ആത്മീയതയുടെ പേരിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഇവരുടെ പിൻഗാമികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്യുന്നത്, ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ദൈവത്തെ വിളിച്ച് സ്വർഗത്തിൽ പോകാനിരിക്കുന്ന എന്ന് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാസമ്പന്നരും അറിവാളികളെന്നും സ്വയം വിശേഷിപ്പിക്കുകയും മറ്റുള്ളവരാൽ വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. എഞ്ചിനീയർമാര്, ഡോക്ടർമാര്, IAS ഉദ്യോഗസ്ഥന്മാര്, ഉന്നതതല വിദ്യാഭ്യാസത്തിലെ പല മേഖലകളിൽ വിദ്യാഭ്യാസം നേടി പല മേഖലകളിൽ ജോലി എടുക്കുകയും സാമ്പത്തിക തലത്തിൽ ഉന്നതത്തിൽ നിൽക്കുന്നവരുമൊക്കെ ഇവരെ അനുഗമിക്കുന്നത് കൊണ്ട് സാധാരണക്കാരൻ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്? വഞ്ചിക്കപ്പെടുകയാണ്. സാധാരണക്കാരൻ ചോദിക്കുമ്പോഴാ ഭയങ്കര ആളുകളാണല്ലോ ഈ പാസ്റ്ററിന്റെ കൂടെ നടക്കുന്നത്, അയ്യോ ഭയങ്കര ആളുകളാണല്ലോ ഈ അച്ഛന്റെ കൂടെ നടക്കുന്നത്, അപ്പൊ അവര് പറയുന്നത് സത്യമായതുകൊണ്ടല്ലേ ഇവര് വിശ്വസിക്കുന്നത്. അവര് പറയുന്ന കാര്യങ്ങൾ സത്യമായതുകൊണ്ടും അവരെന്തോ വലിയ സംഭവമാണെന്നുള്ളത് കൊണ്ടാണല്ലോ ഇവര് പുറകെ നടക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത് പോലും. അപ്പോൾ ഇവര് ലോകത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം എപ്പോൾ നടന്നു, രണ്ടാം ലോക മഹായുദ്ധം നടന്നു, അത് നടന്നു, ഇത് നടന്നു, ഇന്ന ചന്ദ്രനിലാര് പോയി, ചൊവ്വയിലാര് പോയി, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോഴും ഈ പറയുന്നതായ മനുഷ്യർക്ക് തങ്ങൾ ആരാണ്, ഞാൻ ആരാണ്, എന്നിൽ തന്നെ മറിഞ്ഞു കിടക്കുന്ന വലിയൊരു രഹസ്യത്തെ തിരിച്ചറിയാൻ ഇതുവരെയ്ക്കും മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല. ലോകത്തിന്റെ രഹസ്യങ്ങളെ അന്വേഷിച്ചു പോകും, ചന്ദ്രനിലെ ആകാശത്തിന്റെ ഗാലക്സികളിലുള്ള രഹസ്യത്തെ അന്വേഷിച്ചു പോകും, പിന്നെ ലോക രാജ്യങ്ങളിലുള്ള രഹസ്യത്തെയും ലോകത്തിന്റെ മറ്റും മനുഷ്യരുടേതായ ഹിറ്റ്ലറിന്റെ ഉള്ളറകളിലെ വരെ വേണമെങ്കിൽ പോകും, ഒസാമ ബിൻ ലാദന്റെ ഉള്ളറകളിൽ വേണമെങ്കിൽ പോകും അന്വേഷിച്ചുകൊണ്ട്. പക്ഷെ ഇവരാരും തന്നെ ഈ പറയുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തി ആരാണ്, എന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്, എന്നിൽ എന്തൊക്കെയുണ്ട്, എന്നെക്കുറിച്ച് തന്നെ ഞാൻ മനസ്സിലാക്കാൻ കടൽ പോലെ കിടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നറിയണം എന്നിവരാരും ചിന്തിക്കാറില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെക്കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യൻ, സങ്കീർത്തനക്കാരൻ 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യരെ നോക്കുന്നു, അല്ലേ? അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യരെ നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ബുദ്ധിമാൻ ദൈവത്തെ അന്വേഷിക്കാൻ കാരണമാകുന്നത്? ദൈവത്തെ അവൻ അന്വേഷിക്കുമ്പോൾ അതിനു മുമ്പേ അവൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് അവനൊരു അറിവുണ്ടായിരിക്കണം. ഞാൻ ആരാണെന്നുള്ളൊരു അറിവ്. ആ അറിവിൽ നിന്നും അവനെക്കുറിച്ച് മനസ്സിലാക്കി അവനെക്കുറിച്ച് തിരിച്ചറിയുമ്പോഴാണ് അവനെ ഇത്രയും ശ്രേഷ്ഠമായി, ഇത്രയും പ്രഷ്യസ് ആയിട്ട് അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധത്തിലേക്ക് അവന് വരാൻ പറ്റത്തുള്ളൂ. അതിന് യഥാർത്ഥമണ്ണം അവനവനെ കുറിച്ച് തന്നെ അറിയാനുള്ള ഒരു അറിവ് അവനവനുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നോട്ട്സ് ആയിട്ടെങ്കിലും നിങ്ങൾ എഴുതി വെച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ, ആ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പോലും ദേഹം, ദേഹി, ആത്മാവ് എന്ന തലത്തിലാണ്. അപ്പോൾ ഈ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുമ്പോൾ ദേഹം എന്താണ്? ഈ പുറമേ കാണുന്ന ഈ കണ്ണ്, മൂക്ക്, വായി, കയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പുറമേ കാണുന്ന ശരീരത്തെയാണ് ദേഹം എന്ന് വിളിക്കുന്നത്. ദേഹി,
ദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനസ്സാണ്. ഒരുവന്റെ മൈൻഡിനെയാണ് ദേഹി എന്ന് വിളിക്കുന്നത്. പക്ഷെ ഈ മൈൻഡ് എന്ന് പറയുന്നത് ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോ. ഈ മൈൻഡ് എന്ന് പറയുന്നത് 3 കൂടി ചേരുന്ന ഒന്നാണ് ഈ മൈൻഡ്. അതാണ് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ദേഹി എന്ന് പറയുന്നത് അവിടെ കാണപ്പെടുന്നത് തന്നെ. അത് കഴിയുമ്പോൾ പിന്നീട് ആത്മാവ്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോൺഷ്യസ് മൈൻഡ് എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ ബോധത്തോടുകൂടി വഴി നടത്തുകയാണ്. നിങ്ങളുടെ ശരീരത്തിനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തക്കവണ്ണം നിങ്ങളെ എന്താ പറയുന്ന ഓരോ സെക്കൻഡുകളിലും വഴി നടത്തുന്ന ഒന്നാണ്. ഈ ശരീരം കൃത്യമായി എന്താ പറയുന്ന വർക്ക് ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഈ കോൺഷ്യസ് മൈൻഡ്. ഈ ബോഡി എന്താ പറഞ്ഞ ഉണർന്നിരിക്കുന്നു, ഈ ബോഡി കഴിക്കുന്നു, ഈ ബോഡി ഉറങ്ങുന്നു, ഈ ബോഡി പോകുന്നു, ഈ ബോഡി വരുന്നു, ഈ ബോഡി നടക്കുന്നു, ഈ ബോഡി ജോലി ചെയ്യുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളെയും, നിങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ട നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കറക്റ്റ് വേയിൽ നിങ്ങളെ വഴി നടത്താനുള്ള ഒന്നാണ് ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ അടുത്ത് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നന്നായി കെയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബോഡി കെയർ ചെയ്യപ്പെടണം. ഈ ബോഡി ആരോഗ്യത്തോടിരിക്കണം. ഈ ശരീരം ആരോഗ്യത്തോടിരിക്കണം. ഈ ശരീരം എന്താ പറയുന്ന ഭംഗിയായിരിക്കണം. ഇതെല്ലാം ഈ ശരീരം ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ ബാക്കി മറ്റു കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യത്തുള്ളൂ? കൃത്യമായി നടക്കത്തുള്ളൂ. മറ്റു കാര്യങ്ങൾക്കെല്ലാം ആ പ്രോസസ്സിങ് കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ ശരീരത്തെ കറക്റ്റ് വേയിൽ നിങ്ങളെ കൊണ്ടുപോകാൻ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സഹായിക്കുന്നത് ഈ കോൺഷ്യസ് മൈൻഡാണ്. പക്ഷേ അടുത്തത് മനസ്സിലാക്കിക്കോണം, ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നൊരു മൈൻഡ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ മറികടന്ന് നിങ്ങളുടെ ബോഡിയെ കീഴ്പ്പെടുത്താനും, സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ മറികടന്ന് നിങ്ങളുടെ ബോഡിയെ തൻ്റെ വലയത്തിൽ കൊണ്ടുവന്ന് വഴി നടത്താനും ശ്രമിക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി എന്തായിത്തീരും? അബ്നോർമലായിത്തീരും. നോർമൽ അല്ലാതായി മാറും. ഇപ്പോൾ നിങ്ങളെ കോൺഷ്യസ് മൈൻഡ് വഴി നടത്തുന്നത് കൊണ്ട് നിങ്ങൾ നോർമലാണ്. നിങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു. ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതായ യഥാർത്ഥ ഒരു മനുഷ്യ സ്വഭാവത്തിൽ നിങ്ങൾ ജീവിക്കുന്നു. എല്ലാം ഓക്കെയാണ്. പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ മറികടന്ന് നിങ്ങളുടെ ബോഡിയെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണക്കാരനായ ഒരു മനുഷ്യനാകത്തില്ല, നിങ്ങൾ അബ്നോർമലായ ഒരു മനുഷ്യനായി മാറും. അത് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നിങ്ങൾക്കറിയാം, ഈ കോൺഷ്യസ് മൈൻഡിനെ എന്താ പറയുന്നത് മറിക്കാൻ, അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിൽ നിന്നും മനുഷ്യനെ മാറ്റുവാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഈ എന്താ പറയുന്നത് മദ്യപാനം. മനുഷ്യൻ ഒരുപാട് മദ്യപിച്ചു കഴിഞ്ഞാൽ അവന്റെ കോൺഷ്യസ് മൈൻഡ് അവനിൽ നിന്ന് മാറിപ്പോകും. കഞ്ചാവ്, ഡ്രഗ്സ്, ഇതൊക്കെ എന്തിനാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്, പരപ്പിക്കുന്നത്? അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. മനുഷ്യനെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും മാറ്റാൻ. ആ കോൺഷ്യസ് മൈൻഡിൽ അവൻ ഇരിക്കുമ്പോഴാണ് അവൻ മനുഷ്യനാകുന്നതും നല്ല രീതിയിൽ ജീവിക്കാൻ അവനെ കൊണ്ട് പറ്റുന്നതും ഒക്കെ ഈ കോൺഷ്യസ് മൈൻഡ് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡ് പിശാച് ഏത് തീരും? പിശാചിന്റെ പേരെന്താണെന്നറിയാമോ? പിശാചിന്റെ പേര് സാമേൽ എന്നാണ്. സാമേൽ നമ്മൾ കേട്ടിട്ടുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും ലൂസിഫറേൽ എന്നാണ് പറഞ്ഞിട്ടാണ് പിശാചിനെ. ഈ ലൂസിഫറേൽ എന്ന് പിശാചിന് പേര് വിളിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? വെളിച്ചദൂതൻ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. വെളിച്ചദൂതൻ എന്ന് പിശാച് താനും വെളിച്ചദൂതന്റെ വേഷം കെട്ടുമല്ലോ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിശാച് താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുന്നത് കൊണ്ട്, വെളിച്ചദൂതന്റെ വേഷം പിശാച് ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു അർത്ഥം വെച്ചുകൊണ്ടാണ് പിശാചിനെ ഇംഗ്ലീഷ് ബൈബിളുകളിൽ ലൂസിഫറേൽ എന്നുള്ള പേരിൽ എന്ത് ചെയ്തിരിക്കുന്നത്, അറിയപ്പെടുന്നത്. ലൂസിഫറേൽ എന്ന് പറയുമ്പോൾ ഈ മിന്നാമിനിങ്ങിന് പുറകിൽ ഇങ്ങനെ കത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വെളിച്ചം. ആ വെളിച്ചത്തിനാണ് ലൂസിഫറേൽ എൻസേൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം വെച്ചിട്ട് തനിയെ പ്രകാശിക്കുന്നവൻ, മനസ്സിലായോ? ആ അർത്ഥം വെച്ചിട്ടാണ് ലൂസിഫറേൽ എന്ന് പിശാചിന് പേര് ട്രാൻസ്ലേഷൻ വഴിക്ക് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി സാത്താനെ
യഥാർത്ഥ എബ്രായ ബൈബിൾ പ്രകാരം പിശാചിനെ വിശേഷിപ്പിക്കുന്ന പേര് സാമേൽ എന്നാണ് വിശേഷിപ്പിക്കുന്ന പേര്. അപ്പോൾ ഈ സാമേലിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സിന്റെ ദൈവം എന്നാ. മനസ്സിലായോ? ഈ ഡ്രഗ്സിന്റെ ദൈവം എന്നാണ് വിശേഷിപ്പിക്കുന്നത് പിശാചിനെ, സാമേൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഏതും. ഇന്ന് മരുന്നിന്റെ പ്രയോഗത്താൽ, മരുന്ന് കൊടുത്തു വരെ, മരുന്ന് കഴിച്ചു വരെ മനുഷ്യനെ, മരുന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കോവിഡ് വാക്സിനുകളൊക്കെ പുറത്തു വന്നതും ആളുകളെ mRNA വാക്സിൻ കുത്തിവെച്ചതും. ഇതൊക്കെ എന്തിന്റെ ബേസിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളും. മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ കോൺഷ്യസ് മൈൻഡിനെ അവനിൽ നിന്നും എടുത്തു കളഞ്ഞിട്ട് അവനെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന സാത്താനിക തന്ത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്തുവാ? മദ്യം, മയക്കമരുന്ന്, കഞ്ചാവ്. അതുപോരാത്തതിന് ഹോസ്പിറ്റലുകളിൽ പല രോഗത്തിനും വേണ്ടി കൊടുക്കുന്ന മെഡിസിൻസ് വരെ മനുഷ്യൻ യൂസ് ആക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? അവന് ബോധം പോകാൻ വേണ്ടിയിട്ട്. അവൻ ഏതോ ഒരു അബ്നോർമൽ ലോകത്തിലേക്ക്, അവന് മാസ്മരിക ലോകത്തിലേക്ക് അവന് കിക്ക് കിട്ടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനുഷ്യൻ ഡ്രഗ്സിന് അടിമയായി മാറുകയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ അതൊരു പിശാചിന്റെ തന്ത്രമാണ്. ഈ ലോകത്തിലെ മനുഷ്യരാശിയെ മുഴുവനെയും അവന്റെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അവനെ അകറ്റുക. ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അവനെ അകറ്റിയാൽ മാത്രമേ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവനെ പൂർണ്ണമായും അവന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, അവന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഒരു പിശാചിന് ഒരു മനുഷ്യന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ, അവനെ മനുഷ്യ ശരീരത്തെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ മാത്രമേ കടന്നു വരാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഷ്യസ് മൈൻഡിലൂടെ പിശാചിന് ഒരിക്കലും കടന്നു വരാൻ പറ്റത്തില്ല. അവന് മനുഷ്യന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ്. ദൈവവചനത്തിൽ നിങ്ങൾക്ക് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് 5-ാം അധ്യായത്തിനകത്ത് പറയുന്നൊരു കാര്യം, ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. മനസ്സിലായോ? എന്തുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ? എന്താണ് ഉണർന്നിരിക്കുക? ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുക. മനസ്സിലായോ? നിങ്ങൾ ഉണർന്നിരിക്കുക. പിന്നെ പറയുകയാണ് നിർമ്മതരായിരിക്കുക. അപ്പോൾ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുന്ന, ബോധമുള്ളവരായിരിക്കുക. നിങ്ങൾ ബോധത്തോടു കൂടി ഇരിക്കുക, നിർമ്മതരായിരിക്കുക. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കണം, നമ്മൾ ബോധത്തോടു കൂടി ഇരിക്കണം. എന്നാൽ മാത്രമേ, അതായത് ഏത് സമയത്തും ഉണർന്നിരിക്കുക എന്ന് പറയുന്നാൽ ആത്മാവിലൊരു ഉണർവ് എപ്പോഴും ഉണ്ടായിരിക്കും. ഉണർന്നിരിക്കണം, ഞാൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ബോധത്തോടു കൂടി, ആ കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് പിശാചിന് അല്ലെങ്കിൽ വേഗത്തിൽ മനുഷ്യനെ തൻ്റെ വലയത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്ന അന്ത്യകാലഘട്ടത്ത് ദുർഘട സമയങ്ങൾ വരുന്നു. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും ഏഷണിക്കാരും വാത്സല്യമില്ലാത്തവരും അജിതേന്ദ്രിയന്മാരും ഭോഗപ്രിയന്മാരായി ഭക്തിയുടെ വേഷം കെട്ടി എന്ന് വചനം പറയുന്നത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ വചനം അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ഈ കോൺഷ്യസ് മൈൻഡ് നഷ്ടപ്പെട്ടവനായിട്ട് അന്ത്യകാലഘട്ടത്തിൽ മാറുകയാണ്. ഇനിയുള്ള കാലഘട്ടത്തിലുള്ള മനുഷ്യരാശിയെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തങ്ങൾ എന്താ ചെയ്യുന്നേന്നുള്ള ബോധമില്ലാത്തവരാ. അത് കോൺഷ്യസ് മൈൻഡ് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ആ കോൺഷ്യസ് മൈൻഡിനെ അതിൻ്റെയും ഒരു മനുഷ്യന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ദൈവമാക്കി വെച്ച മൈൻഡാണ് കോൺഷ്യസ് മൈൻഡ്. ഇതിനെയും മറികടന്ന് ആ സബ് കോൺഷ്യസ് മൈൻഡ് മനുഷ്യന്റെ ശരീരത്തെ എന്ത് ചെയ്യുകയാണ്? കൊണ്ടു നടക്കുകയാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് മനുഷ്യനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പക്ക അവൻ
സാത്താനിക അജണ്ടയിൽപ്പെട്ടവനാണ്, അവൻ സാത്താനാൽ വഴി നടത്തപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ മന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നു എന്ന് പൗലോസ് അന്ന് പറഞ്ഞ കാര്യം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും, ഇവരൊക്കെ എന്തിനാ ഇതൊക്കെ എന്തുവാ കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ പലപ്പോഴും? എന്തുകൊണ്ടാ? അവരുടെ കോൺഷ്യസ് മൈൻഡ് പോയി കിടക്കുകയാണ്. ആ കോൺഷ്യസ് മൈൻഡിനെ മറികടന്നുകൊണ്ട് അവനെ നിയന്ത്രിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം. കഴിഞ്ഞ ദിവസം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ലാലേട്ടന്റെ ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. ലാലേട്ടൻ ഈ പ്രായത്തിലും ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ലാലേട്ടൻ പൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മുഴുവനും പരന്നുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് മോഹൻലാൽ ഇട്ടിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് 1 ഐ സിമ്പിളാണ് മോഹൻലാൽ ഇട്ടിരിക്കുന്നത്. ഈ 1 ഐ സിമ്പിൾ മാത്രമല്ല, മോഹൻലാൽ അതിനകത്ത് ഒരു എന്താ പറയുന്ന ആ 1 ഐ സിമ്പിളുള്ള ഷർട്ട് ഇട്ടിട്ട് ആ ഷർട്ടിന്റെ കൂടെ തന്നെ മോഹൻലാൽ കാണിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഈ സിമ്പിളാ കാണിക്കുന്നത്. ഇങ്ങനെയാണ് മോഹൻലാൽ ഡാൻസ് കളിക്കുമ്പോൾ ഇങ്ങനെയാ കാണിക്കുന്നത്. അത് മോഹൻലാൽ മാത്രമല്ലല്ലോ, മോഹൻലാലിന്റെ കൂടെ ഡാൻസ് കളിക്കുന്നവരെല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാരണം അത് ഇലുമിനാറ്റീനെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനെ മോഹൻലാലിലൂടെ ആ ഇലുമിനാറ്റിസ് ഒരു സമൂഹം നമ്മുടെ ജനത്തെ കീഴടക്കിയിരിക്കുന്നു. ഒരു ഇലുമിനാറ്റി, ഒരു സാത്താനിക ഒരു പരിവേഷം നമ്മുടെ കേരളക്കരയെ മുഴുവനും വിഴുങ്ങിയിരിക്കുന്നു. ഇത് കേരളത്തെ മാത്രം വിഴുങ്ങിയ കാര്യമല്ല ഞാൻ പറയുന്നത്, ലോകത്തെ മുഴുവനെയും ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അന്ത്യകാലഘട്ടത്തിൽ ദുർഘട സമയങ്ങൾ വരുന്നു. ദുർഘട സമയങ്ങൾ വരും എന്നാ പറഞ്ഞത്, അത് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ദുർഘട സമയത്തിൽ, ദുർഘട കാലഘട്ടത്തിൽ നിങ്ങൾ നിൽക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ നിങ്ങൾ വളരെ, ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ വളരെ ഉണർന്നിരിപ്പിൻ, വളരെ നിർമ്മതരായിരിപ്പിൻ. കാരണം പിശാച് എപ്പോഴും ടാർഗറ്റ് ചെയ്തത് തനിക്ക് കീഴിൽ അടിമകളായി കിടക്കുന്നവന്മാരെ അവൻ ആവശ്യമില്ല, അല്ലേ? അവനറിയാം ഇവരെപ്പോഴും എൻ്റെ കീഴില്ല. അപ്പോൾ അവൻ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അവൻ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അവൻ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. നിങ്ങളെയാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാ? അവരെല്ലാം അവന്റെ ചൊൽപ്പേച്ച് കേൾക്കുന്നവരാ, അവൻ പറയുന്നത് അനുസരിക്കുന്നവരാ, അവരെ അവന് കിട്ടും അവന്. പക്ഷെ നിങ്ങൾ പ്രഷ്യസ് ആണ്, നിങ്ങൾ വില മതിപ്പാൻ കഴിയാത്തവണ്ണം ദൈവരാജ്യത്തിന്റെ അവകാശികളാണ്. അതുകൊണ്ട് നിങ്ങളെ അവൻ ടാർഗറ്റ് ചെയ്യും. നിങ്ങളെയാണ് പിന്നീട് എന്ത് ചെയ്യേണ്ടത്? അവൻ ഈ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്ന നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നിങ്ങളെ അവന് അടിമപ്പെടുത്തി അവൻ്റെതാക്കി മാറ്റിയാൽ അവന്റെ സംരംഭം വിജയിച്ചു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ആ ഒരു ബോധത്തിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പിശാച് നിങ്ങളെ അടിമപ്പെടുത്താൻ കഴിയാത്തവണ്ണം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കും. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്, നിങ്ങൾ ഇത് മനസ്സിലാക്കുക പ്രിയ സഹോദരങ്ങളെ. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയെ നിയന്ത്രിച്ച് വഴി നടത്തി നന്നായി കൊണ്ടു നടക്കാൻ ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെതായ സകല അറിവുകളും, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ്റെതായ അറിവുകളും അറിവിന്റെ നിറകുടമായി നിൽക്കുന്ന ഒന്നാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് കർത്താവ് ദൈവം ആത്മാവാണല്ലോ. ഈ ആത്മാവാം ദൈവം എന്ത് പറയുന്ന വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഈ കൽപ്പിക്കുന്നതിന് മുമ്പേ ആ വെളിച്ചത്തെ കർത്താവ് എന്ത് കണ്ടു കഴിഞ്ഞു? ദൈവം തൻ്റെ ആത്മാവിൽ, ദൈവം ആ വെളിച്ചത്തെ, ആ ജ്ഞാനത്തിൽ ആ വെളിച്ചത്തെ ആദ്യം കാണുകയാണ്. ആ കണ്ടതാണ് ക്രിയേഷനായിട്ട് വന്നത്, രൂപപ്പെട്ടു വന്നത്. ആ കണ്ടത് കർത്താവ് തന്റെ നാവിലൂടെ പറഞ്ഞപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആദ്യം
മൈൻഡിലാണ് ഒരു ക്രിയേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ മൈൻഡിലാണ് എല്ലാം രൂപപ്പെടുന്നത്. ഭൂമിയിൽ അതത് തരം സസ്യങ്ങളും ജീവജാലങ്ങളും ഉണ്ടാകട്ടെ എന്ന് കർത്താവ് പറയുന്നതിന് മുമ്പേ കർത്താവ് ആ ജീവജാലങ്ങളെയും അതത് തരം സസ്യങ്ങളെയും കർത്താവ് കണ്ടതാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, രൂപപ്പെട്ടത്. മനസ്സിലായോ? ഇതുപോലെയാണ് മനുഷ്യൻ തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആദ്യം എന്ത് ചെയ്യും? നമുക്ക് ഇന്നൊരു സാധനം ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ് അവൻ ഉണ്ടാക്കാൻ, ഇപ്പോൾ ഈ റിമോട്ട് ആദ്യം അവന്റെ മൈൻഡിലാണ് ക്രിയേഷൻ ചെയ്യപ്പെടുന്നത്, രൂപപ്പെടുന്നത്. ഐഡിയാപരമായിട്ട്, ഐഡിയ എന്ന് പറയും അതിനെ, നമ്മുടെ ഭാഷയിൽ അതിനെ ഐഡിയ എന്ന് പറയും. അപ്പോൾ അവന്റെ മൈൻഡിലാണ് ഇത് ആദ്യം എന്ത് ചെയ്യുന്നത്? രൂപപ്പെടുന്നത്. ഈ മൈൻഡിൽ രൂപപ്പെടുന്നതിനെ അവൻ എന്ത് ചെയ്യും? അതിന്റെ മെറ്റീരിയലുകൾ കൊണ്ട്, മനുഷ്യന്റെ പരിമിതിക്ക് അനുസരിച്ചിട്ടാണ് മനുഷ്യന് മെറ്റീരിയലുകൾ കണ്ടെത്തി മനസ്സിലാക്കി എടുത്ത് അതിനെ ഉണ്ടാക്കാൻ സമയമെടുക്കേണ്ടി വരുന്നത്. ദൈവം എന്ന് പറയുമ്പോൾ പരിമിതികളില്ല. ദൈവത്തിന് അത് മനസ്സിൽ കാണുമ്പോൾ തന്നെ ക്രിയേഷൻ അവിടെ ഉണ്ടാകാൻ നിമിഷ നേരം മതി, സെക്കൻഡുകൾ മതി. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, അപ്പോൾ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് കടല് പോലത്തെ വിശാലമേറിയ ഈ ലോകത്തിൻ്റെതായ സകല ജ്ഞാനവും അറിവും എല്ലാം കൂടി നിറകൂടമായിരിക്കുന്ന ഒന്നാണ് മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡ്. അലകടൽ പോലെയാണ് മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡ്. അതിന്റെ വിശാലത എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഗാലക്സി ഇല്ലേ, നിങ്ങൾ ഈ ലോകത്തെ കാണുമ്പോൾ ഈ ലോകത്തിന്റെ ഗാലക്സി എത്ര വലുതാ! അതിൽ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം നിങ്ങൾക്ക് പൊട്ടുപോലെയാണ് കാണുന്നത്. പക്ഷെ ഭൂമിയെക്കാളും വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഉണ്ട്, അതിനെപ്പോൾ നിങ്ങൾ പൊട്ടുപോലെയാണ് കാണുന്നത് ഈ ഗാലക്സിയിൽ. ഇതുപോലെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന മനുഷ്യന്റെ മൈൻഡ് എന്ന് പറയുന്നത്. ഇതുപോലെ വിശാലതയേറിയതും ഇതുപോലെ അറിവുകളുടെയും എല്ലാത്തിൻ്റെയും നിറകുടമായി നിൽക്കുന്ന ഒന്നുമാണ്. അപ്പോൾ അതിനെ മനുഷ്യൻ അവന്റെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവൂ. അല്ലാതെ അവൻ അതിൻ്റെ ഊടുവഴികളിലൂടെ സഞ്ചരിക്കാൻ അവൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കും, ഒത്തിരി. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ദൈവം എന്ത് ചെയ്യാത്തത്? അവന് തുറന്നു കൊടുക്കാതിരുന്നത്. അവന് മൂന്ന് മൈൻഡും സൃഷ്ടിച്ചു. അവന്റെ കോൺഷ്യസ് മൈൻഡും അവന്റെ സബ് കോൺഷ്യസ് മൈൻഡും അവന്റെ അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് ദൈവം അവനെ ദേഹിയായിട്ട് തന്നെ, ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് വചനം പറയുന്നത്. അവനെ ജീവനുള്ള ദേഹിയായി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ദൈവം അത് തുറന്നു കൊടുക്കാതെ വെച്ചിരുന്നു. ദൈവം എന്തുകൊണ്ട് അത് തുറന്നു കൊടുക്കാതെ വെച്ചിരുന്നത്? ആ മൈൻഡിനെ അവന്റെ സമയമായിട്ടില്ല, അറിവിന്റെ ആ ഒരു പക്വതയിലേക്ക് വന്നിട്ടില്ല. ഞാൻ പലപ്പോഴും നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു 10 വയസ്സുകാരിയായ കൊച്ചു പറയുവാണ്, എനിക്ക് കല്യാണം കഴിക്കണം എന്ന് കൊച്ചു പറയുക. അപ്പോഴത്തേക്കും എല്ലാ മാതാപിതാക്കൾക്കും അറിയാം, എൻ്റെ കുഞ്ഞ് കല്യാണം കഴിക്കാൻ, ഇവള് വളർന്നാൽ കല്യാണം കഴിക്കേണ്ടതാണ്. എൻ്റെ കുഞ്ഞ് അല്ലാതെ കല്യാണം കഴിക്കാതെ എന്നും കുന്നും ഇങ്ങനെ ബ്രഹ്മചാരിയായിട്ടിരിക്കാനുള്ള കുഞ്ഞല്ല എൻ്റെ കുഞ്ഞെ കെട്ടിക്കാനുള്ളതാണ്, അത് കല്യാണം കഴിക്കാനുള്ളതാണ് എന്നെല്ലാം മാതാപിതാക്കൾക്ക് നല്ല വൃത്തിയാണ് അറിയാം. പക്ഷേ ഒരു 10 വയസ്സുകാരി വന്നിട്ട് പറയുകയാണ്, എനിക്കിപ്പോൾ കല്യാണം കഴിക്കണം, എനിക്ക് അയൽവക്കത്തുള്ള ചെറുക്കനെ ഭയങ്കര ഇഷ്ടം, എനിക്കിപ്പോൾ കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കുവോ? ആരെങ്കിലും പിടിച്ച് ഏതെങ്കിലും മാതാപിതാക്കൾ കൊച്ചിന്റെ ആഗ്രഹമല്ലേ നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞു കൊടുക്കുവോ? അവർ പറയും സമയമായിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ, അയ്യോ മോളെ മോക്ക് സമയമൊന്നും ആയിട്ടില്ല, മോക്ക് സമയമാകുമ്പോഴത്തേക്കും മക്കളെ കെട്ടിച്ചു വിടാം, വിഷമിക്കണ്ട. അപ്പം അറിയാം അല്ലേ, സമയത്തിന് മുൻപേ കൊടുക്കേണ്ട കാര്യം സമയത്തിന് മുൻപേ കൊടുക്കരുത്, സമയത്തിനേ കൊടുക്കാവൂ. അപ്പോൾ ഓരോത്തിനും ഓരോതായ സമയമുണ്ട്, അതിൻ്റെതായ സമയമുണ്ട്. സഭാപ്രസംഗി പറയുന്നത് കേട്ടിട്ടില്ലേ? വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, അറുപ്പാനൊരു കാലം എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെതായ സമയമുണ്ട്. അപ്പൊ ഇതുപോലെ ദൈവം ആദത്തെയും ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ 3 മനസ്സിന്റെയും തലങ്ങളിൽ തന്നെയാണ് സൃഷ്ടിച്ചത്. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡുമായി സൃഷ്ടിച്ചു. പക്ഷേ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ ദൈവം തുറന്നു കൊടുത്തില്ല. അവന് ആ സബ് കോൺഷ്യസ് മൈൻഡിനെ തുറന്നു കൊടുത്തില്ല. എന്തുകൊണ്ടാണ് ദൈവം തുറന്നു കൊടുക്കാത്ത ആ സബ് കോൺഷ്യസ് മൈൻഡിനെ? സമയമായിട്ടില്ല. ആ സമയത്ത് തുറന്നു കൊടുത്താൽ അത് അപകടം പിടിച്ച കാര്യമാണ്. അവൻ തുറന്നു കൊടുക്കും,
അവൻ്റെ അറിവിൻ്റെ തലത്തിലേക്ക് അവൻ എത്തുമ്പോൾ, അവൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് അവൻ എത്തുമ്പോൾ അത് തനിയെ തുറക്കും ദൈവം. പക്ഷേ അത് സമയത്തിന് മുമ്പേ തുറക്കാതിരിക്കാൻ ദൈവം അത് അവന് തിരിച്ചറിവോടുകൂടി അവന് മനസ്സിലാകാൻ വേണ്ടി അവനെ ആ സബ് കോൺഷ്യസ് മൈൻഡ് തുറക്കാൻ പിശാച് തന്ത്രപരമായിട്ട് അവൻ്റെ അടുക്കിലേക്ക് വരും. അതിൽ അവൻ തന്ത്രപരമായിട്ട് വീണു പോകും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കർത്താവ് മുന്നറിയിപ്പോടുകൂടി പറഞ്ഞു കൊടുത്തു. എന്തുവാ? കർത്താവിന് മനസ്സിലാകുന്ന രീതിയിൽ അവന് പറഞ്ഞു കൊടുത്തു, ഈ വൃക്ഷത്തിന്റെ നടുവിലുള്ള നന്മതിന്മകളെ കുറിച്ചുള്ള ഭക്ഷ്യഫലം നീ ഭക്ഷിക്കരുത്, അത് ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് കർത്താവ് പറഞ്ഞു കൊടുത്ത എന്തുകൊണ്ടാ? ഏതെങ്കിലും ഒരു സമയം പിശാച് തന്ത്രപരമായിട്ട് അവനെ അടുക്കുകയാണെങ്കിൽ അവനൊരു തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കാൻ കൂടിയിട്ടാ. നന്മതിന്മകളെ കുറിച്ചുള്ള ഒരറിവ് മനുഷ്യന് ഉണ്ട് എന്നുള്ള ബോധം അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാ കർത്താവ് അങ്ങനെ അവന് പറഞ്ഞത്. മനസ്സിലായോ? അവൻ തിരിച്ചറിവ് കൊടുക്കാൻ വരുമ്പോഴും ഈ നന്മതിന്മകളെ പറഞ്ഞു തന്നെയായിരിക്കുമല്ലോ സാത്താൻ വരുന്നത്. അപ്പോൾ മുന്നമേ നന്മതിന്മകളെ കുറിച്ച് എന്തോ ഒന്നുണ്ട്. അത് പിശാച് എന്ത് ചെയ്യും? അവൻ വന്ന് അതിനകത്ത് എന്തു പറയുന്ന മനുഷ്യനെ അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ ദൈവം മുന്നറിയിപ്പ് കൊടുത്തതാണിത്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യം ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങളോട് പറയാൻ കാരണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിവിന് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ എന്താണ്, എന്നെ ഈ ശരീരം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്, ഈ ശരീരം കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് വചനം പറയുന്നത്. നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എങ്ങനെയാണ് നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നത്? എങ്ങനെയാണ് മനുഷ്യന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നത്? ആ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുവൻ കോൺഷ്യസ് മൈൻഡിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ, ഇവന്റെ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുമ്പോഴാണ് അൺകോൺഷ്യസ് മൈൻഡിന് ഈ കോൺഷ്യസ് മൈൻഡ് മാത്രമായിട്ടേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അൺകോൺഷ്യസ് മൈൻഡിന് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് അൺകോൺഷ്യസ് മൈൻഡിന് കണക്ട് ചെയ്തിരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ് സാത്താൻ പിടികൂടുന്നത്. മനസ്സിലായോ? ഒരു മനുഷ്യനെ അവന്റെ ശരീരത്തിലേക്ക് പിശാചിന് കടക്കാൻ, അവന്റെ ശരീരത്തെ എടുത്ത് ഉപയോഗിക്കാൻ പിശാചിന് കഴിയുന്ന ഒരു മേഖലയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ പിശാചെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് കൊല്ലപ്പെടും. ഇത് കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ നിയന്ത്രിക്കരുതെന്ന് പറയാൻ കാരണം? നിങ്ങളുടെ ശരീരങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് നിയന്ത്രിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആത്മാവ് കൊല്ലപ്പെടും, നിങ്ങളുടെ ആത്മാവ് മരണത്തിലേക്ക് തള്ളപ്പെടും. കാരണം നിങ്ങളുടെ ആത്മാവിന് വസിക്കാനുള്ള ഇരിപ്പിടമാണ് നിങ്ങളുടെ ശരീരം. പിടികിട്ടിയോ? നിങ്ങളുടെ ആത്മാവിന് വസിക്കാനുള്ള ഇരിപ്പിടമാണ് നിങ്ങളുടെ ശരീരം. അപ്പോൾ നിങ്ങളുടെ ആത്മാവിന് വസിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഈ ശരീരം നിങ്ങൾ അതിനെ കൊണ്ടു നടക്കുമ്പോൾ, അതിനെ നിങ്ങൾ ആരോഗ്യത്തോടെ വെച്ചിരിക്കുമ്പോൾ, അതിനെ നിങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ശരീരത്തിൽ സുരക്ഷിതമായിരിക്കുകയാണ്. പക്ഷേ സുരക്ഷിതമായിരിക്കുന്നതും ജീവനോടിരിക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടാ, അല്ലേ? അതായത് ഒരു ബ്രെയിൻ ഡെത്ത് വന്ന ഒരു വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയോ വെന്റിലേറ്റർ ഇട്ടിരിക്കുക. അപ്പോൾ ഒരു ബ്രെയിൻ ഡെത്ത് ബാധിച്ച ഒരു വ്യക്തിയെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുമ്പോൾ അവിടെ ആ വ്യക്തി സുരക്ഷിതമാണ്. പക്ഷെ ജീവനോടെ ഇരിക്കുന്നുണ്ടോ? സഹോദരങ്ങൾ, ഞാൻ പറയുന്നത് കുറച്ച് ഡിഫിക്കൽറ്റി ആണെന്ന് എനിക്കും അറിയാം. നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ടഫാണെന്നും എനിക്കറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാകുന്നില്ല എന്നുണ്ടവർ ധൈര്യമായിട്ട് തന്നെ കമന്റിൽ എഴുതുക, റീന ചേച്ചി എനിക്ക് മനസ്സിലായിട്ടില്ല, റീനാമ്മ എന്നെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യത്തെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരും. കാരണം എനിക്ക് നിങ്ങളിത് മനസ്സിലാക്കി പോകുന്നതാണ് എനിക്ക് താല്പര്യം. നിങ്ങളിത് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് വളരാൻ പറ്റുന്നത്. അല്ലാതെ നിങ്ങൾ ചുമ്മാ എന്തോ പറയുന്നു, എന്തൊക്കെയോ പറയുന്നു,
ജപ ജപ എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആത്മാവിന് വസിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ഇരിപ്പിടമാണ് നിങ്ങളുടെ ഈ ശരീരം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആത്മാവിന്, നമ്മൾ ദൈവാത്മാവിൻ്റെ കാര്യം പിന്നെ പറയാം. ഇപ്പോൾ നിങ്ങളിലൊരു ദേഹി ആത്മാവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആത്മാവിന് ഇരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ഇരിപ്പിടമാണ് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ ആരോഗ്യത്തോടിരിക്കുമ്പോൾ, നിങ്ങൾ ഭക്ഷണം കഴിച്ചും നിങ്ങൾ ആരോഗ്യത്തോടും നിങ്ങൾ ക്ഷേമത്തോടും ഒക്കെ നിങ്ങളുടെ ശരീരം ജീവനോടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവ് സുരക്ഷിതമാണ് നിങ്ങളുടെ ശരീരത്തിൽ. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ആത്മാവ് ജീവനോടെയാണോ ഇരിക്കുന്നത്, ആരോഗ്യത്തോടു കൂടിയാണോ ഇരിക്കുന്നത്? ഇതൊരു ചോദ്യമാണ്. മനസ്സിലായോ? സുരക്ഷിതമായിരിക്കുന്നത് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ സുരക്ഷിതമായിരിക്കും. പക്ഷേ അത് ബ്രെയിൻ ഡെത്ത് ബാധിച്ചിരിക്കുന്നത് പോലെ മരണാസനത്തിൽ കിടക്കുകയാണോ എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. ഇന്ന് ലോകത്തിൽ കോടാനുകോടിയായ മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ആ മനുഷ്യരുടെ ആത്മാവെല്ലാം തന്നെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, മരണാവസ്ഥയിൽ കിടക്കുകയാണ് അവരുടെ ആത്മാവ്. അവരാരും തന്നെ അവരുടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ സാത്താൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ വളരെ വ്യാപൃതരായി സന്തോഷത്തിൽ ആനന്ദത്തിൽ തിമിർത്ത് കുടിച്ച് ഉല്ലസിച്ച് ആനന്ദിച്ച് തങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കി വെട്ടിപ്പിടിച്ച് കീഴടക്കി തങ്ങളുടെ ശരീരം ഇരിക്കുന്നിടത്തോളം വെച്ച് അങ്ങ് സുഖിക്കുക എന്നുള്ള അർത്ഥത്തിൽ അവർ കൊണ്ടു നടന്ന് തിന്നും കുടിച്ചും സുഖിച്ചും ഈ ശരീരത്തെ കൊണ്ട് അങ്ങ് മാക്സിമം ഉപയോഗിക്കുക ചെയ്യുന്നത്, അടിച്ചു പൊളിക്കാൻ വേണ്ടി. ഈ ശരീരത്തെ മാക്സിമം അവർ ഉപയോഗിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? മാക്സിമം അവർ ഉപയോഗിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ അടിച്ചു പൊളിക്കുന്നു, ഞാൻ ഹാപ്പി ആയിരിക്കുന്നു. ഇല്ല, ഞാനെന്ന് പറയുന്നതല്ല ഹാപ്പി ആയിരിക്കുന്നത്. പിന്നെയോ അവരുടെ ശരീരത്തിലൂടെ സാത്താൻ അടിച്ചു പൊളിക്കുകയാണ്. അവരുടെ ശരീരത്തെ ആത്മാവ് ജീവനോടുകൂടെ ഇരിക്കുന്നു എങ്ങനെ മനസ്സിലാക്കാം? ദൈവാത്മാവിന്റെ ശബ്ദം അവന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആത്മാവ് ജീവനോടെ ഇരിക്കുന്നു എന്നതിനർത്ഥം. അവൻ ദൈവാത്മാവിനൂടെ നടക്കാൻ അവന്റെ അവന്റെ ശരീരം അവനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ ആത്മാവിൽ ജീവനോടെ ഇരിക്കുന്നതാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇന്ന് മനുഷ്യർ അടിച്ചു പൊളിച്ച് സുഖിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ചൊക്കെ ഇരിക്കുമ്പോൾ അവർ പറയും, എനിക്ക് കിട്ടിയ സൗഭാഗ്യം, എനിക്ക് കിട്ടിയ അവസരം, എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നു, ഞാൻ ആനന്ദിക്കുന്നു, ഞാൻ തിമിർക്കുന്നു എന്ന് അവനവൻ തോന്നുമ്പോൾ വിചാരിക്കണം, അവൻ ഈ പറയുന്ന വ്യക്തിയല്ല ഇതിലൂടെ ആനന്ദിക്കുകയും തിമിർക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത്. പിന്നെയോ ഈ മനുഷ്യന്റെ ഈ സന്തോഷം എന്ന് പറയുന്നത് അവനിലുള്ള ആത്മാവിനെ കൊന്നു എന്ന് പറഞ്ഞ് സാത്താൻ അവനിലിരുന്ന് ആനന്ദിക്കുന്ന ആനന്ദമായ യഥാർത്ഥത്തിൽ ഈ സന്തോഷം എന്ന് പറയുന്നത്. ഇന്ന് ഈ ലോകത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഡാൻസ് കളിച്ചപ്പോഴത്തേക്കും തുള്ളും മീനാച്ചി തുള്ളും മീനാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ ഡാൻസ്. ഈ മോഹൻലാൽ ഡാൻസ് ഇങ്ങനെ തുള്ളിക്കളിക്കുമ്പോൾ മോഹൻലാലിന്റെ കൂടെ ഈ തുള്ളിക്കളിക്കുന്ന മോഹൻലാലിനും ആ കൂട്ടരും വിചാരിക്കുന്നത് അവരവരുടെ ലൈഫ് അടിച്ചു പൊളിക്കുന്നു എന്നാ. അവരിലിരിക്കുന്ന അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ അവരുടെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സാത്താൻ അവരുടെ ആത്മാവിനെ കൊന്നതിന്റെ സന്തോഷവും നൃത്തവുമാണ് ഈ കിടന്ന് ആടി ശ്രമിക്കുന്നത് അവരുടെ ശരീരത്തിലൂടെ. അവർ പോലും അത് അറിയുന്നില്ല, കാരണം സബ് കോൺഷ്യസ് മൈൻഡ് അവരുടെ ബോഡിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അവരറിയുന്നത്. കോൺഷ്യസ് മൈൻഡ് ആയിരുന്നെങ്കിൽ അവർ തിരിച്ചറിഞ്ഞേനെയാണ്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവരുടെ ബോഡിയെ നിയന്ത്രിക്കുന്നത് കൊണ്ട്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവരുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് അവർ ഈ കിടന്നത് ഉള്ളിക്കളിക്കുമ്പോഴും അവർ ആനന്ദിക്കുമ്പോഴും തിമിർക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും അവർ ചിന്തിക്കുന്നത് എന്തുവാ, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നു, എനിക്ക് ആനന്ദിക്കാൻ പറ്റുന്നു, ഞാൻ ഹാപ്പിയോടെ ഇരിക്കുന്നു, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, ഞാൻ എന്താ, എൻ്റെ ലൈഫ് എന്താ, ഞാനൊരു സെലിബ്രിറ്റി, എനിക്ക് എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് എൻ്റെ ജീവിതം എന്താ, എനിക്ക് കാറുണ്ട്, വീടുണ്ട്, മാളികയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ സന്തോഷിക്കുമ്പോൾ, അവൻ ആനന്ദിക്കുമ്പോൾ അവൻ പോലും അറിയുന്നില്ല അവനെ നിയന്ത്രിച്ച് അവനെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ അവന്റെ ബോഡിയെ കൺട്രോൾ ചെയ്ത് അവനെ എല്ലാമാക്കി തീർത്ത് വെച്ചിരുന്ന് അവനെ കൊണ്ട് ആനന്ദവും തിമിർപ്പും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? അവന്റെ ആത്മാവിനെ കൊണ്ടതിന്റെ സെലിബ്രേഷനാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തവും. അവന്റെ ആത്മാവിനെ അധമ പാതാളത്തിൽ തള്ളാൻ തക്കവണ്ണം എനിക്കൊരുത്തനെ കിട്ടിയല്ലോ എന്നുള്ള ആനന്ദം അവനിലൂടെ സാത്താൻ ആനന്ദിക്കുന്നത് ആനന്ദം. അല്ലാതെ ആ മനുഷ്യൻ അവൻ ആനന്ദിക്കത്തില്ല. കാരണം ബോധമുള്ളവൻ മനസ്സിലാക്കും, അയ്യോ ഈ ആനന്ദം ഇവിടം കൊണ്ട് തീരുവല്ലോ,
ഇങ്ങനെ ഞാൻ ആനന്ദിച്ച് തിമിർക്കാൻ പോയി കഴിഞ്ഞാൽ, മഹേഷ് മോനെ, സാത്താൻ ഒരു മനുഷ്യനെ ഹാക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന് പോലും അറിയില്ല. സത്യം, ഇതാണ് സത്യം. ഒരു മനുഷ്യനെ സാത്താൻ ഹാക്ക് ചെയ്യുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോലും അറിയുന്നില്ല. അവനെ സാത്താൻ ഹാക്ക് ചെയ്ത് അവനെ അതിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അവനെ ഇപ്പോൾ ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതും സാത്താനാണെന്ന് പോലും അവൻ അറിയാതെ അവൻ തിമിർക്കുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ് അവൻ കടന്നു വരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, നിങ്ങളുടെ ആത്മാവ് സുരക്ഷിതമാണോ എന്ന് എന്നും ഉറപ്പുവരുത്തുക. സുരക്ഷിതമാണെന്ന് മാത്രമല്ല, ആരോഗ്യത്തോടിരിക്കുന്നു, ജീവനോടുകൂടെ ഇരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വളർച്ചയോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മാവും വളർന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മഷികയുടെ തലയോളം വളരണം. മഷിക നമ്മുടെ കർത്താവിന്റെ തലയോളം നമ്മൾ വളരണം എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കർത്താവിന്റെ ആ ഒരു തലയോളം നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിനാണ് ആ വളർച്ച ഉണ്ടാകേണ്ടത്. നമ്മുടെ ആത്മാവ് അതിനൊത്തു വളരണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആത്മാവിനൊരു വളർച്ചയുണ്ടല്ലേ, അല്ലേ? അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നിങ്ങൾ കർത്താവ് മഷികയുടെ തലയോളം വളരണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആത്മാവിനൊരു വളർച്ചയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ കാണുന്ന ശരീരത്തിന്റെ വളർച്ച എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ദിവസവും മനസ്സിലാക്കി, ഓരോ ദിവസവും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. എൻ്റെ ആത്മാവ് വളരുന്നുണ്ടോ? എൻ്റെ ആത്മാവ് ആരോഗ്യത്തോടിരിക്കുന്നോ? എൻ്റെ ആത്മാവ് ക്ഷേമത്തോടു കൂടി ഇരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ആരോഗ്യത്തോടും ക്ഷേമത്തോടും വളർന്നുമൊക്കെ ഇരിക്കുമ്പോൾ മാത്രമേ നിത്യരാജ്യത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിന് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് ഭൂമിയിലിരുന്നു കൊണ്ട് ആത്മാവിനെ കൊല്ലത്തക്കവണ്ണം, ആത്മാവിനെ മുരടിപ്പിച്ച്, ആത്മാവിനെ ബ്രെയിൻ ഡെത്താക്കിയിട്ടിരിക്കുന്ന ആ മനുഷ്യ സമൂഹം ഇന്ന് അവന്റെ ശരീരത്തിൽ പിശാചിന് ഇടം കൊടുത്ത് അവൻ ഇങ്ങനെ ആ ശരീരത്തെ അറമാദിച്ചു കൊണ്ടിരിക്കുക. ആത്മാവ് അവിടെ കിടന്ന് പൊളയുക, ജീവൻ മരണ പോരാട്ടം കഴിക്കുക. അയ്യോ, എന്റെ ജീവൻ ഈ വെന്റിലേറ്ററിൽ കിടന്ന് ശ്വാസം വലിക്കുവാണേ. നിങ്ങളുടെ ആത്മാവ് നിങ്ങളിലിരുന്ന് കരയാൻ അവസരം കൊടുക്കരുത്. നിങ്ങളുടെ ആത്മാവ് നിങ്ങളിൽ ഇരുന്ന് കരയാൻ ഇന്ന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ, ഇതേ ആത്മാവിന് ദൈവം ഒരു ശരീരം കൊടുത്തിട്ട് നിത്യദണ്ഡനത്തിലേക്ക് വിടുമ്പോൾ സമയത്ത് നിങ്ങൾ കരയേണ്ടി വരും, ആത്മാവിന്റെ കൂടെ ഇരുന്നിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഓർത്തുകൊള്ളുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ശരീരം ദൈവം തന്നിട്ടുണ്ട്. ഈ ശരീരത്തിൽ ഒരു ആത്മാവ് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ ആത്മാവിനെ ജീവനോടെ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഇപ്പോൾ ഈ ശരീരത്തിനുള്ളത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഭൂമിയിലെ ദൗത്യം എന്താ? നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ദൗത്യം, നിങ്ങളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആത്മാവിനെ ജീവനോടെ കൂടെ തന്നെ ദൈവരാജ്യത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ശരീരം കൊണ്ടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം ഇപ്പോൾ. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്ന് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ജീവനോടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരം കൊണ്ടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ ആത്മാവിനെ നിത്യരാജ്യത്തിലേക്ക് സുരക്ഷിതമായി കൊണ്ടെത്തിക്കുക, ജീവനോടെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് റിവാർഡ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടും. സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്വർഗീയ ശരീരം ദൈവം ആ ആത്മാവിന് കൊടുത്ത് ആത്മാവിനെ സമാധാനപൂർണ്ണം സ്വർഗത്തിൽ ജീവിക്കാൻ ആത്മാവിന് കഴിയും. അപ്പോൾ നിങ്ങളുടെ ശരീരം ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് ആരോഗ്യത്തോടിരിക്കുന്നോ, ക്ഷേമത്തോടെ ഇരിക്കുന്നോ, അത് സുഖമായിരിക്കുന്നുവോ എന്നുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഉണ്ടാകേണ്ടത്. ഇത് ഞാൻ കൂടെ പറഞ്ഞു തരുന്നത് കാര്യം എന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ആത്മാവ് സുഖത്തോടെ ഇരിക്കുന്നുവോ, എൻ്റെ ആത്മാവ് ക്ഷേമത്തോടെ ഇരിക്കുന്നുവോ, എൻ്റെ ആത്മാവ് സമാധാനത്തോടെ ഇരിക്കുന്നുവോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ, നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ, നിങ്ങൾ ദുഃഖിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ദുഃഖിക്കും.
കാരണം നിങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും വിഷമവും ഭാരവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളോടൊപ്പം കരയാൻ, നിങ്ങളോടൊപ്പം ദുഃഖിക്കാൻ നിങ്ങളുടെ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. മനസ്സിലായോ? അതിന് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ ഭാരത്തെ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ദുഃഖം ഉണ്ടെന്ന് പുറത്തു കാണിക്കുന്നത്. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് ദുഃഖമുണ്ടെന്ന് കാണിക്കും, നിങ്ങൾക്ക് ഭാരമുണ്ടെന്ന് കാണിക്കും, നിങ്ങളുടെ പ്രയാസമുണ്ടെന്ന് കാണിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നതെന്ന് കാണിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും നിങ്ങളുടെ ആത്മാവുമാണ് കൂട്ടുകാർ. അവരെപ്പോഴും കണക്റ്റഡാ. അപ്പോൾ നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവും ദുഃഖിക്കുക, നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവും ഭാരപ്പെട്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു, വിഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവ് നിങ്ങളോടൊപ്പം ദുഃഖിക്കുകയും ഭാരപ്പെടുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ദുഃഖിച്ചിരിക്കാനുള്ള വ്യക്തിയല്ല ഞാൻ, ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കാനുള്ള വ്യക്തിയല്ല ഞാൻ. മനസ്സിലായോ? ഇങ്ങനെ ദുഃഖിച്ചിരിക്കാനുള്ള വ്യക്തിയല്ല ഞാൻ, ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കാനുള്ള വ്യക്തിയല്ല ഞാൻ, ഇങ്ങനെ വേദനിച്ചിരിക്കാനുള്ള വ്യക്തിയല്ല ഞാൻ, ഇങ്ങനെ നശിച്ചു പോകാനുള്ള ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവാത്മാവിൽ സന്തോഷിച്ചു തുടങ്ങുമ്പോൾ, ദൈവാത്മാവിൽ ആനന്ദിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവും ആനന്ദിക്കും, നിങ്ങളുടെ ആത്മാവും സന്തോഷിക്കും, നിങ്ങളുടെ ആത്മാവും ആരോഗ്യത്തോടും ഹാപ്പി ആയിട്ടും ഇരിക്കും. പിടികിട്ടിയോ? നേരെ മറിച്ച് കോൺഷ്യസ് മൈൻഡിൽ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ. നേരെ മറിച്ച്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു വിഷമം വരുന്നു, നിങ്ങൾക്കൊരു ഭാരം വരുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, മക്കളെ ചൊല്ലി ബുദ്ധിമുട്ട്, ഭവനത്തെ ചൊല്ലി ബുദ്ധിമുട്ട്, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ നോർമൽ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങളും കാഴ്ചകളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ദുഃഖിക്കുമ്പോൾ, അതിൽ നിങ്ങൾ പ്രയാസപ്പെടുമ്പോൾ, അതിൽ നിങ്ങൾ നിരാശപ്പെടുമ്പോൾ, അതിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ കൂടെ ഇരുന്ന് തകരുക, വിഷമിക്കുക, ദുഃഖിക്കുക, കരയുക ഒക്കെ ചെയ്യുക. അത് ആത്മാവിന്റെ ആരോഗ്യത്തെ കെടുത്തിക്കളയും, അത് ആത്മാവിന്റെ ബലത്തെ ക്ഷയിപ്പിച്ച് കളയും. മനസ്സിലായോ? കാരണം നിങ്ങളുടെ ശരീരം ദുഃഖിച്ചിരിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരം, നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും. മനസ്സിലായോ? നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാറില്ലേ? നിങ്ങൾക്ക് തോന്നാറില്ലേ ഒരു തളർച്ച, ഒരു വിഷമം, എഴുന്നേറ്റ് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡില്ല, എന്തൊക്കെയോ പോലെ? ചിലർക്കൊക്കെ മരിച്ചാൽ മതി എന്നുള്ള തോന്നൽ വരെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ എത്രത്തോളം ക്ഷീണിക്കുന്നുവോ, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ബലഹീനരാകുന്നുവോ, അത്രത്തോളം നിങ്ങളുടെ ആത്മാവും എന്ത് ചെയ്യുക? മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്തുകൊണ്ടാ? നിങ്ങളുടെ ശരീരം ജീവനോടും ആയുസ്സോടും ആരോഗ്യത്തോടും ഇരിക്കുമ്പോഴേ നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ ശരീരത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പിടികിട്ടിയോ? അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ കരഞ്ഞിരിക്കുമ്പോൾ, നിങ്ങൾ ഇതാക്കിയിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവും സാഡാ, നിങ്ങളുടെ ആത്മാവും ദുഃഖിക്കുക, നിങ്ങളുടെ ആത്മാവും കരയുക, നിങ്ങളുടെ ആത്മാവും മൂഡ് ഓഫ് ആകുക, ആത്മാവിന് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കുക. ആ സമയത്ത് ദുഃഖമുണ്ടാകുമ്പോഴും പ്രശ്നമുണ്ടാകുമ്പോഴും ഭാരമുണ്ടാകുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം? ആനന്ദിക്കണം, സന്തോഷിക്കണം. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുന്ന സമയത്ത് നിങ്ങൾ പറയണം, എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഒരു വിഷമം ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ദൈവവചനത്തെ മുറുകെ പിടിക്കുക. പ്രശ്നത്തിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ കടന്നുപോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോവ് തുടങ്ങിയ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ഓർത്തുകൊള്ളുക.
അങ്ങനെ നിങ്ങൾ പ്രശ്നത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന സമയത്ത് അവരെ ഓർക്കുകയും ദൈവമക്കളായിരുന്നുകൊണ്ട് ആനന്ദിച്ചും ഉല്ലസിച്ചും നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുന്നത് പോലെ നിത്യ തേജസ്സിന്റെ ഘനത്തെ ഓർത്തുകൊണ്ട് ഈ നോടി നേരത്തേക്കുള്ള കഷ്ടം സാരമില്ല എന്ന് ചിന്തിക്കത്തക്കവണ്ണം നിങ്ങൾ ഉല്ലസിക്കുക, സന്തോഷിക്കുക, ആനന്ദിക്കുക. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കും. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ, നിങ്ങൾ ആനന്ദിക്കുമ്പോൾ, നിങ്ങൾ സമാധാനപൂർണ്ണമായിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ സന്തോഷിക്കും. അത് ദൈവമക്കൾക്കുള്ള പ്രത്യേകതയാണ്. അത് ദൈവമക്കൾക്കുള്ള പ്രത്യേകതയാണ് ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നത്. ദൈവാത്മാവുള്ളവന് മാത്രമേ ഇങ്ങനെ മനസ്സിലാക്കി സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു സാധാരണ നോർമൽ മനുഷ്യനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അവനൊരു ദുഃഖം വരുന്നു, അവനൊരു പ്രയാസം വരുന്നു, അവനൊരു ഭാരം വരുന്നു. അവന്റെ ആത്മാവ് മരിച്ചെന്നോ, അല്ലെങ്കിൽ ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ദുഃഖിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ക്ഷീണിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു ബോധമൊന്നും അവനില്ല. അപ്പം അവൻ സംബന്ധിച്ചിടത്തോളം അവനൊരു ദുഃഖം വരുന്നു, ഒരു പ്രയാസം വരുന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ക്വാർട്ടർ വാങ്ങിച്ചടിക്കാം, ഒരു സിഗരറ്റ് വലിച്ചങ്ങ് വലിക്കാം. അവന്റെ സബ് കോൺഷ്യസ് മൈൻഡാണ് അവനിലൂടെ പ്രവർത്തിക്കുന്നത്. കോൺഷ്യസ് മൈൻഡിലാണ് അവനെങ്കിൽ അവൻ ഉറപ്പായിട്ടും മനസ്സിലാകും, എൻ്റെ ആത്മാവ് ദുഃഖിച്ചിരിക്കുന്നു, എൻ്റെ ആത്മാവ് വിഷമിച്ചിരിക്കുന്നു, എൻ്റെ ആത്മാവ് മരണാവസ്ഥയിലേക്ക് കടന്നു പോകുന്നു, എൻ്റെ ആത്മാവിനെ പിടികിട്ടുന്നുണ്ടോ? അതായത് നിങ്ങൾക്കൊരു ക്ഷീണം വരുമ്പോൾ, നിങ്ങളുടെ കൈ ഒന്ന് മുറിയുമ്പോൾ, നിങ്ങളുടെ കൈ മുറിയുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ കൈ മുറിഞ്ഞു, അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ആ കൈയിന് മുറിഞ്ഞ കൈയുടെ രക്തം ഇങ്ങനെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമോ സൈക്കോയെ പോലെ? ഇല്ല. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുറിവിനെ കെട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ശ്രമിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്നു, നിങ്ങളുടെ ബോഡിയെ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ബോഡിയെ അത് കീപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ ബോഡിയെ അതെന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യാനിരിക്കുന്നത് ഒന്നായതുകൊണ്ടാണ്. നിങ്ങൾക്കൊരു ചെറിയ മുറിവ് വന്നാൽ തന്നെ നിങ്ങളുടെ ബോഡിയെ പെട്ടെന്ന് അത് പരിപാലിക്കും, അത് തിരിച്ചറിയും, ഇതിങ്ങനെ പാടില്ല, അത് പെട്ടെന്ന് ഞാനതിനെ ചികിത്സിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ, നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വിഷയത്തെ കിട്ടിക്കഴിയുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് അയ്യോ ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, കോൺഷ്യസ് മൈൻഡോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും, അയ്യോ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നാൽ എൻ്റെ ആത്മാവ് ദുഃഖിച്ചിരിക്കും, ഞാനിങ്ങനെ വിഷമിച്ചിരുന്നാൽ എൻ്റെ ആത്മാവ്, ഞാൻ ഇതിങ്ങനെ ഒന്ന് കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ആത്മാവ് കരയും, എൻ്റെ ആത്മാവ് ദുഃഖിക്കുകയും കരയുകയും ചെയ്താൽ അതിൻ്റെ ആരോഗ്യം ക്ഷീണിക്കും, ഞാൻ എൻ്റെ ആത്മാവിനെ മരണത്തിലേക്ക് കൊണ്ടുപോകും, അത് ശരിയുള്ള കാര്യമല്ല. അപ്പോൾ എൻ്റെ ആത്മാവിന് ജീവൻ കൊടുക്കണം, എൻ്റെ ആത്മാവിനെ ആരോഗ്യത്തോടിരുത്തണം. അപ്പോൾ നിങ്ങളുടെ ആത്മാവിനെ ആരോഗ്യത്തോടിരുത്തുന്ന ഘടകം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആത്മീയ ഗീതങ്ങളാലും സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും കർത്താവിന് പാടിയും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പൊ നിങ്ങളുടെ ആത്മാവിന് വേണ്ടുന്നത്, നിങ്ങളുടെ ആത്മാവിന്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന ഘടകങ്ങൾ എന്താണ്? ആത്മീയ ഗീതങ്ങൾ, ദൈവവചന വായന, കർത്താവിനോടുകൂടെ ഇരിക്കുന്നത്, പാട്ടുകൾ പാടുന്നത്, നൃത്തം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് നിങ്ങൾ പാട്ടുകൾ പാടി നൃത്തം ചെയ്ത് ആത്മാവിൽ ആനന്ദിച്ചും സ്തുതിച്ചും സന്തോഷിച്ചും ഇരിക്കുന്ന സമയത്ത് നിങ്ങളിലുള്ള ആത്മാവ് ഉണരും. അതിൻ്റെ രോഗാവസ്ഥയിൽ നിന്നും അത് എഴുന്നേൽക്കും. ആ രോഗാവസ്ഥയിൽ നിന്നും അത് ഉണരും. ഒരു ജീവൻ കിട്ടി. നിങ്ങൾ ആത്മാവിൽ 2 പാട്ടൊക്കെ പാടി തുള്ളിച്ചാടി ഓദാവീനു ഹായ്, ഓദാവീനു ഹായ്, ഓദാവീനു 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 ഹായ്, ആം ഇസ്രായേൽ ആം ഇസ്രായേൽ ആം ഇസ്രായേൽ 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 ഹായ്, ഓദാവീനു ഹായ്, ഓദാവീനു ഹായ്, ഓദാവീനു 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 ഹായ്. അതായത് ആം ഇസ്രായേൽ ഹായ് എന്ന് വെച്ചാൽ ഇസ്രായേൽ ജീവിക്കുന്നു, ഇസ്രായേൽ ജീവിക്കുന്നു. എന്തുകൊണ്ട് ജീവിക്കുന്നു? ഓദാവീനു ഹായ്, എന്റെ ആവ ജീവിക്കുന്നത് കൊണ്ട്. എന്റെ ആവ ജീവിക്കുന്നത് കൊണ്ട് ഇസ്രായേലും ജീവിക്കുന്നു. ആ തിരിച്ചറിവ് കണ്ടോ ഇസ്രായേൽ മക്കളുടെ?
അതുകൊണ്ടാണ് അവരോട് എപ്പോഴും പറയുന്നത് ഒരു പാട്ടെന്ന് അവരെപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിത്സ്വാക്കദോള ലിയോത് ബെസിംഹ ലിയോത് ബെസിംഹത്താമീൻ മിത്സ്വാക്കദോള ലിയോത് ബെസിംഹ ലിയോത് ബെസിംഹത്താമീൻ മിത്സ്വാക്കദോള ലിയോത് ബെസിംഹ. അതായത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മയെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുവിൻ. പൗലോസ് ഇത് തന്നെയാണ് പഠിപ്പിച്ചത്. സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങളിങ്ങനെ സന്തോഷിച്ചാൽ മാത്രമേ നിങ്ങളുടെ ആത്മാവ് ഹാപ്പി ആയിരിക്കത്തുള്ളൂ. നിങ്ങളുടെ ആത്മാവ് ഹാപ്പി ആയിരുന്നാൽ മാത്രമേ ആത്മാവ് ആരോഗ്യത്തോടെ ഇരിക്കത്തുള്ളൂ. ആത്മാവ് ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ ആത്മാവിന് നിത്യരാജ്യത്തിൽ ജീവനോടുകൂടി നിങ്ങൾക്ക് നിത്യരാജ്യത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ദൈവത്തെക്കുറിച്ചുള്ള അറിവും പരിജ്ഞാനവുമുള്ള ഒരു കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരുത്തന് ഉള്ള ബോധമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇതൊരു സാധാരണക്കാരനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരു സാധാരണക്കാരനെ കുറിച്ച്, ഈ ലോകത്തിലുള്ള സാധാരണ മനുഷ്യനെ, ഇപ്പൊ ദൈവമക്കളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ലോകത്തിലുള്ള സാധാരണ മനുഷ്യനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. രതീഷ് രതീഷ് മോനെ, അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? 1 പത്രോസ് 4:13 മഷികയുടെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവിടുത്തെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടവരും. കണ്ടോ? ഫിലിപ്പിയർ 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ദെബോരായാൽ തോതാമൊത്തി. അപ്പം സന്തോഷത്തിൽ നിങ്ങൾ മാറുമ്പോൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ വരുന്ന സമയത്ത്, പ്രയാസം വരുന്ന സമയത്ത്, നിങ്ങൾക്ക് നിരാശ, അത് വരും. മനുഷ്യരല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിരാശ, ദുഃഖം, പ്രയാസം. നമ്മളെ പിശാച് നിരാശ കൊണ്ടുവരുമ്പോഴാണല്ലോ അവന് കയറാൻ പറ്റുന്ന, എങ്ങനെയെങ്കിലും മനുഷ്യ ശരീരത്തിൽ മനുഷ്യനെ നിയന്ത്രിക്കണം. ഈ മനുഷ്യനെ പിശാചിനെ നിയന്ത്രിക്കണം. അപ്പോൾ അവൻ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നമുക്ക് മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ കൊണ്ടുവന്ന്, കണ്ടില്ലേ തീർന്ന് നിന്റെ കാര്യം കട്ടപ്പോകയാ. ഇതാരാ പറഞ്ഞു തരുന്നത്? സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ് പിശാച്. ഒരു തോട്ട് വരും, ചെറിയൊരു വേദന വന്നാൽ മതി. കോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ പറയും വേദന വന്നു എന്ന് പറയും. അത് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവൃത്തിയാണ്. ഞാൻ പറയുന്നത് ഗ്രഹിക്കുക, മനസ്സിലാക്കുക. നിസ്സാരമായ, അത് എന്താ പറയുക, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു വേദന വന്നു അല്ലേ, അപ്പൊ കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തരും, നിന്റെ കൈയുടെ ഇടതുഭാഗത്തൊരു വേദനയുണ്ട് കേട്ടോ, നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഇവിടെ ഒരു വേദനയുണ്ട് കേട്ടോ എന്ന് കോൺഷ്യസ് മൈൻഡ്. ഇതാണ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ വേദനയ്ക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ശ്വാസം പെട്ടെന്ന് വലിച്ചു വിടുക എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു തരും. നിങ്ങളതൊക്കെ ചെയ്ത് ചിലപ്പോൾ പെട്ടെന്നൊരു നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇത് ഗ്യാസ് കയറിയിരിക്കുന്നതായിരിക്കും എന്ന് തോന്നിയിട്ട് നിങ്ങളൊരു കോള വാങ്ങിച്ച് കുടിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഏമ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തോന്നും അതൊക്കെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് പറഞ്ഞിരുന്നതാണ്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പറയും വേദന പോയില്ല, അവിടെ തന്നെ വേദനയുണ്ട്, ഇനിയിപ്പോൾ ഇത് ഹാർട്ടിൻ്റെ വല്ലതുമാണോ എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വന്നു തുടങ്ങും. ഇതാര് തരുന്നതാ? ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പിശാച് നിങ്ങൾ വന്ന് പറയുന്ന കാര്യമാണ്. ചുമ്മാ ഇരിക്കുന്ന നിങ്ങൾക്കൊരു വേദന ഉണ്ടായി എന്നുള്ളത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു തന്നു. ആ വേദനയ്ക്ക് ഒരു സൊല്യൂഷനും, പെട്ടെന്നുള്ളൊരു സൊല്യൂഷനും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോഴും ആ വേദന അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു തുടങ്ങും നിങ്ങളോട്, ഹാർട്ടിനകത്ത് എന്തോ സംതിങ് ഉണ്ട്, എന്തോ ഹാർട്ട് പ്രോബ്ലം നിനക്കുണ്ട്, കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു വേദന നിനക്ക് വന്നായിരുന്നു, കഴിഞ്ഞതിൻ്റെ അന്നേത്തെ പ്രാവശ്യവും ഇതുപോലൊരു വേദന ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നീ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു തുടങ്ങും. ഇങ്ങനെ ഇരുന്നിട്ട് ഈ ചിന്ത ആര് കൊണ്ട് തരുന്നതാ? പിശാച് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നിങ്ങളുടെ ശരീരങ്ങളെ അവൻ അടക്കി ഭരിക്കാൻ നോക്കുന്നതാ.
അവൻ നിയന്ത്രിക്കാൻ നോക്കുന്നതാ. അങ്ങനൊരു വേദനയെ തന്നിട്ട്, അങ്ങനത്തെ ഒരു വേദനയെക്കുറിച്ചുള്ള അറിവിങ്ങനെ, വേണ്ടാത്ത അറിവുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അതെന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ അതിലൂടെ നിങ്ങൾ ആ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നതിനനുസരിച്ച് ഞാൻ പലവട്ടവും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് നിങ്ങളുടെ ബോഡിയെ നിയന്ത്രിക്കാൻ പറ്റും. ഇല്ലേ? വെള്ളം ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ വലിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റുന്നു. നിങ്ങളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് പറ്റുന്നു. നിങ്ങളുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് പറ്റുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് പറ്റുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന മാത്രമായ ഒരു മൈൻഡായി ഈ കോൺഷ്യസ് മൈൻഡിന്. അതിന് നിങ്ങൾ ഇത്രത്തോളം ചെയ്യുന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് കടല് പോലത്തെ വിശാലമായ ഈ പ്രപഞ്ച സത്യങ്ങളെ ഉൾക്കൊണ്ട് നടക്കുന്ന ഒരു വലിയൊരു സംരംഭമാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അത് ഒരുവനെ നിയന്ത്രിച്ചാൽ അവന്റെ ശരീരത്തെ എപ്രകാരം നിയന്ത്രിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഒരിക്കൽ ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തിയ സമയത്ത് ഈ ഗുളിക എങ്ങനെ പരീക്ഷിക്കും അറിയോ ശാസ്ത്രജ്ഞന്മാര്? അസുഖം വന്ന 2 വ്യക്തികളെ ഇങ്ങനെ ഇരുത്തി വെച്ചിട്ട് എല്ലാ ദിവസവും അവര് കണ്ടുപിടിച്ച ഗുളിക, അവരൊരു രോഗത്തിന് വേണ്ടി ഒരു മരുന്ന് കണ്ടുപിടിക്കുമല്ലോ, ഈ മരുന്നിനെ ഒരുത്തിന് കൊടുക്കും, ആ രോഗമുള്ള ഒരുത്തിന് തന്നെ കൊടുക്കും, ഒറിജിനൽ മരുന്ന് തന്നെ കൊടുക്കും. കൊടുത്തിട്ട് പറയും, ഇത് 3 നേരം നീ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവന് കൊടുക്കും. ഇത് കഴിച്ചാൽ നിന്റെ അസുഖം മാറും, ഒരു 10 ദിവസം കൊണ്ട് നിന്റെ അസുഖം തീരും എന്ന് പറഞ്ഞുകൊണ്ട് അവന് കൊടുക്കും. വേറൊരുത്തിന് സെയിം അസുഖമുള്ള ഒരുത്തിന് ഇരുത്തി വെച്ചിട്ട് അവന് കൊടുക്കുന്നത് ആ മരുന്നായിരിക്കത്തില്ല, എന്തെങ്കിലും ഒരു ഗ്ലൂക്കോസ് കലക്കിയ ഒരു പൊടിയോ ഒക്കെ ഉണ്ടാക്കിയ ഒരു സാധനം, ഒരു ടാബ്ലറ്റ് രൂപത്തിൽ അവന് കൊടുത്തിട്ട് പറയും, ഇത് ഇന്ന രോഗത്തിന് വേണ്ടി കണ്ടുപിടിച്ച മരുന്നാ, ഇതൊരു 10 ദിവസം നീ അങ്ങ് കഴിച്ചാൽ മതി, നിന്റെ അസുഖം പൂർണ്ണമായിട്ട് അങ്ങ് മാറും എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഗുളിക വാങ്ങിച്ച് കഴിക്കുന്നവനും മനസ്സിൽ വിചാരിക്കും, ഈ ഗുളിക കഴിച്ചാൽ എന്റെ അസുഖം മാറും എന്ന് പറഞ്ഞിട്ട് അവനത് കഴിക്കുകയാണ്. അവനത് കഴിക്കുന്ന സമയത്ത് അവന്റെ മൈൻഡ് പറയുന്നത് ഈ ഗുളിക നിന്നെ സൗഖ്യമാക്കും എന്നവന്റെ മൈൻഡാണ് അവന് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ ദിവസവും. ഗുളിക കഴിക്കണം, ഇത് കഴിച്ചാൽ എന്റെ അസുഖം മാറത്തുള്ളൂ, ആ ഗുളിക കഴിക്കണം, ഇത് കഴിച്ചാലേ അസുഖം മാറത്തോളം എന്ന് പറഞ്ഞത് അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അവന്റെ ബോഡിയെ നിയന്ത്രിക്കത്തക്കവണ്ണം, അവന്റെ ബോഡിയെ കൺട്രോൾ ചെയ്യത്തക്കവണ്ണം അവന്റെ മൈൻഡ് അവനെ പാകപ്പെടുത്തുമ്പോഴാണ് ഈ ഗുളികയ്ക്ക് അവിടെ പ്രയോജനം വരുന്നുള്ളൂ. ഇതേ സമയത്ത് വേറൊരുത്തൻ അവിടെ ഇരുന്നുകൊണ്ട് ആ ഗുളിക പോലും അല്ലാത്തൊരു സാധനത്തെ അവൻ ഗുളികയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചുമ്മാ കഴിക്കുക, ഇത് രാവിലെ കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കണം, രാത്രി കഴിക്കണം, എന്റെ അസുഖം മാറും എന്ന് പറഞ്ഞ് കഴിച്ചു നോക്കി, അവനും ആ അസുഖം മാറും, ഉറപ്പാ. അങ്ങനെ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടാണ്. അങ്ങനെയാണ് നിങ്ങൾ മിക്ക ഡോക്ടർമാരെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ പോയിട്ട് ഈ ഗുളിക എന്ന് പറയുന്ന സാധനമാണോ മനുഷ്യനെ സൗഖ്യമാക്കുന്നതെന്ന് പറഞ്ഞിട്ട്? അല്ല, ഗുളിക കഴിച്ച എല്ലാവരും സൗഖ്യമായി ആരോഗ്യമായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഓരോരുത്തരും വർഷങ്ങളോളം മരണസമയം വരെ കഴിക്കുന്നവരുണ്ട് ഗുളിക. സൗഖ്യമാക്കാൻ കൊടുക്കുന്ന ഗുളിയാണെങ്കിൽ ഇതങ്ങ് സൗഖ്യമാക്കിയാൽ പോരെ, എന്തിനാ ഇത് മരണം വരെ ഇന്ന് കഴിക്കുന്ന ഇവൻ, മരണകാലം വരെയും? അവനെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കഴിക്കുന്നത് കൊണ്ടാണ് നീ ജീവനോട് ഇരിക്കുന്നതെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് അവനെ കഴിപ്പിക്കുക അങ്ങ് മരുന്ന് എല്ലാ ദിവസവും. അവൻ വിചാരിക്കുന്നത് ഓരോ ദിവസം മരുന്ന് കഴിക്കുന്നത് കൊണ്ട്, ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ജീവനോട് ഇരിക്കുന്നത്, ഈ ഗുളിക ഞാൻ നിർത്തിയ അപ്പം മരിക്കും, ഈ ഗുളിക ഞാൻ നിർത്തിയ അപ്പം മരിക്കും എന്നുള്ള ഭയപ്പാടിൽ ഇങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മനുഷ്യനെ ഒരു ഗുളികയ്ക്ക് 100% സൗഖ്യമാക്കാൻ പറ്റത്തില്ല. പിന്നെയോ ആ ഗുളിക സൗഖ്യമാക്കണമെങ്കിൽ ആ മൈൻഡ് അതിന് പാകപ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് ഒരേ മരുന്ന് തന്നെ ഒരേ രോഗിയിൽ തന്നെ പരീക്ഷിച്ചാലും ചിലർ മരിക്കുന്നു, ചിലർ ജീവിക്കുന്നു. അത് മരുന്നിന്റെ ഗുണമായതുകൊണ്ടല്ല, മരുന്നിനോടൊപ്പം തന്നെ മനസ്സും പാകപ്പെട്ടില്ലെങ്കിൽ ആ മരുന്ന് ഗുണം ചെയ്യത്തില്ല. നിങ്ങൾ ഡോക്ടർമാരെ സമീപിച്ചു കഴിഞ്ഞാൽ അറിയാം, ചില അസുഖവുമായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഒരേ അസുഖത്തിനായിരിക്കും പോകുന്നത്. വീട്ടുകാർ പറയും, ഡ്രോയിഡ് ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറെ അടുത്ത് പോയാൽ കൊച്ചിന് പെട്ടെന്ന് സൗഖ്യമാകും. ആ ഡോക്ടർ വല്ല മാജിക്കും കാണിക്കുന്നുണ്ടോ പെട്ടെന്ന് സൗഖ്യമാകാൻ?
ഷബീർ ഡോക്ടറിന്റെ അടുത്ത് പോയാലും അദ്ദേഹം കൊടുക്കുന്ന സെയിം ഗുളിക തന്നെയായിരിക്കും. കാരണം ഒരേ ഹോസ്പിറ്റലാണ് 2 ഡോക്ടർമാരും വർക്ക് ചെയ്യുന്നത്. പീഡിയാട്രീഷ്യനായിട്ട് 3-4 ഡോക്ടർമാർ സെയിം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. പക്ഷെ കുറച്ചുപേര് എന്ത് ചെയ്യും, റോയ് ഡോക്ടറെ അടുത്ത് പോകും, കുറച്ചുപേര് ഷബീർ ഡോക്ടറെ അടുത്ത് പോകും, കുറച്ചുപേര് സാം ഡോക്ടറിന്റെ അടുത്ത് പോകും, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ ആ ഹോസ്പിറ്റലിലുള്ള ഗുളിക തന്നെയാണല്ലോ എഴുതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലുള്ള സെയിം ഗുളിക തന്നെയാണല്ലോ എഴുതി കൊടുക്കുന്നത്. പക്ഷെ മാതാപിതാക്കൾ പറയുമ്പോൾ എന്തുവാ പറയുന്നത്, റോയ് ഡോക്ടറെ അടുത്ത് പോയാൽ കുറച്ചുകൂടി പെട്ടെന്ന് സൗഖ്യം വരും, ഇത് ഡോക്ടർ വല്ല മാജിക് ഉണ്ടോ പെട്ടെന്ന് സൗഖ്യമാകാൻ? കൊച്ചിന് ഡോക്ടറെ അടുത്ത് പോയാൽ പകുതി രോഗം അപ്പം തന്നെ പോകും. ഇത് കൊച്ചിനെ മുമ്പിൽ ഇരുത്തി വെച്ചിട്ടാ പറയുന്നത്. അപ്പൊ കൊച്ചിങ്ങനെ കേട്ടോണ്ടിരിക്കുക, റോയ് ഡോക്ടറെ അടുത്ത് പോയാൽ പകുതി രോഗം മാറും. ഇത് കേട്ടോണ്ടിരിക്കുന്ന കൊച്ച, അപ്പൊ പനി പിടിച്ചിങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്ന കൊച്ച. അപ്പം നമുക്ക് റോയ് ഡോക്ടറെ അടുത്ത് പോവാം മക്കളെ, റോയ് ഡോക്ടറെ അടുത്ത് എത്ര മണിക്കാ മോളെ കൊണ്ടുപോകാം, അവന് ചുമച്ച് കിടക്കുമല്ലേ? ഇല്ല, ഡോക്ടറിന് നാളെ വൈകിട്ട് 5 മണിക്കേ ഡോക്ടറിനെ കാണാൻ പറ്റത്തുള്ളൂ. ഡോക്ടറിനെ OP ഇന്ന് OP ഇല്ല, ഡോക്ടറിന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണം. 5 മണിയാകുമ്പോൾ ഡോക്ടറിനെ കാണിക്കാൻ പറ്റും. അപ്പൊ ഡോക്ടറിനെ ഇടി നീ ആശുപത്രി കൊച്ചു വലിച്ചുകൊണ്ടിരിക്കടി, നീ വേറെ ഡോക്ടർ ഉണ്ടെങ്കിൽ OP കൊണ്ട് കാണിക്കടി. ഇനി എവിടെ കൊണ്ട് കാണിച്ചാലും അവന് ഒരു കുറവും ഉണ്ടാകാൻ പോകുന്നില്ല. റോയ് ഡോക്ടർ ഒന്ന് കാണിച്ചു നോക്കിയേ, അവൻ അപ്പൊ തന്നെ പകുതി അസുഖം മാറും. ഇത് അമ്മ ആരെ ഇരുത്തി പറയുക? കൊച്ചിനെ ഇരുത്തിയിട്ട് അമ്മ പറയുന്ന കാര്യമാണ്. കൊച്ചിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് കേട്ടോണ്ടിരിക്കുക. കൊച്ചിന്റെ മൈൻഡ് ഇത് കേട്ടോണ്ടിരിക്കുക, അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിയുക, അത് അവന്റെ ഉള്ളിൽ നിന്നും സംസാരിക്കും, അത് തിരിച്ചറിവ് കൊടുക്കും. അപ്പൊ ഇവനെന്ത് ചെയ്യും? കൊച്ച് അത്രയും നേരം വലിച്ച് മക്കൾ വിഷമിക്കണ്ട, പൊന്നുമോ വിഷമിക്കണ്ട, ദേ നമ്മൾ വന്നത് ഇപ്പൊ മോന്റെ അസുഖം മാറും, ഇപ്പൊ മോന്റെ അസുഖം, ഇപ്പൊ ഡോക്ടറെ കണ്ട ഉടനെ മോന്റെ അസുഖം മാറും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അമ്മ 2 തടവൊക്കെ കൊടുത്തിട്ട് ഡോക്ടറിന് മുമ്പിൽ പോയിരുന്നിട്ട് ഡോക്ടറെ എന്റെ കൊച്ചിന് വരും. അപ്പൊ ഡോക്ടർ എന്തൊക്കെ വിശേഷം? പനി മാറിയല്ലോ, സുന്ദരക്കുട്ടനായല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൊച്ചിനൊരു ഉണർവ്. അത് തിരക്കും വലിച്ചുകൊണ്ടിരുന്ന കൊച്ച് പകുതി അസുഖം മാറി. ഇത് എവിടുന്ന് കിട്ടി? ഡോക്ടറിന്റെ കയ്യിൽ വല്ല മാജിക്കും അബ്രാക്കഡാബ്ര അസുഖം മാറട്ടെ സീസറെ എന്ന് പറഞ്ഞു ഡോക്ടർ വല്ലതും പറഞ്ഞതാണോ? അല്ല, കുഞ്ഞിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് തിരിച്ചറിഞ്ഞ് ഡോക്ടറിനെ കണ്ടാൽ എന്റെ പകുതി അസുഖം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സബ് കോൺഷ്യസ് മൈൻഡ് ആ ബോഡിയിലേക്ക് കയറി ആ ബോഡിയെ കൺട്രോൾ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആ ബോഡിയിലുള്ള പകുതി അസുഖം അവിടെ നിന്ന് കുറഞ്ഞത്. ഫുൾ അസുഖം മാറുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഫുള്ളും മാറിപ്പോയിന്. പക്ഷെ അമ്മമാർ പറയുമ്പോൾ എപ്പോഴും പകുതി അസുഖമേ പറയത്തുള്ളൂ, അതുകൊണ്ട് പകുതി മാറിപ്പോയത്. ഗുളികയില്ലാതെ തന്നെ ഫുൾ അസുഖവും മാറിപ്പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ രോഗത്തെ കൊണ്ടുവരുന്നതും രോഗത്തെ എടുത്തു കളയുന്നതും നമ്മുടെ മൈൻഡുമായി നമ്മുടെ ബോഡിയുമായിട്ടുള്ള കണക്ഷന്റെ ആ ഒരു ആഴമാണ്, ഡെപ്താണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സബ് കോൺഷ്യസ്. അപ്പം ഞാൻ ഇത് പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ചാൽ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്ന ഒരു ആത്മീയ മനുഷ്യന്റെ പ്രത്യേകത, ആത്മീയനായിരിക്കുന്നവൻ തിരിച്ചറിയേണ്ടത്, അവൻ ദുഃഖിച്ചിരിക്കുമ്പോൾ, അവൻ രോഗിയായിരിക്കുമ്പോൾ, അവൻ തളർന്നിരിക്കുമ്പോൾ, അവൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ അവൻ തിരിച്ചറിയണം, അയ്യോ ഞാൻ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ തളർന്നിരിക്കുന്നത് കൊണ്ട്, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ആത്മാവ് അവിടെ തളർന്നിരിക്കുകയാണ്, എൻ്റെ ആത്മാവ് അവിടെ ദുഃഖിച്ചിരിക്കുകയാണ്, എൻ്റെ ആത്മാവിനെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇല്ല, ഇങ്ങനെ എൻ്റെ ആത്മാവിനെ ക്ഷീണിക്കാൻ വിട്ടാൽ, ഇങ്ങനെ എൻ്റെ ആത്മാവിനെ തളരാൻ വിട്ടാൽ, ഇങ്ങനെ ആത്മാവിനെ ഞാൻ മരണത്തിലേക്ക് വിട്ടാൽ, ഇത് അവസാനം എനിക്ക് നിത്യരാജ്യത്തിലേക്ക് കൊണ്ട് സമാധാനത്തോടെ എത്തിക്കാൻ കഴിയത്തില്ല എന്നുള്ള ബോധം മനസ്സിലാക്കിയിട്ട് അവൻ തന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാനും ആനന്ദത്തോടും ആഹ്ലാദത്തോടും വെച്ചിരിക്കാൻ അവൻ സ്വയം സന്തോഷിക്കാൻ പഠിക്കണം. അവൻ പാട്ടുകൾ പാടിയും നൃത്തം ചെയ്തും ആനന്ദിച്ചും അവനെ രോഗത്തിൽ നിന്നുമൊക്കെ തനിയെ രക്ഷയിലേക്ക്, ബലഹീനനായിരിക്കുന്ന സമയത്ത് രോഗത്തിന് പെട്ടെന്ന് നിരാശ വന്നു കഴിഞ്ഞാൽ രോഗം പെട്ടെന്ന് വരും മനുഷ്യന്. ഒരുവന്റെ മൈൻഡ് സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ അവന്റെ ശരീരം രോഗത്തിനെ എന്ത് ചെയ്യും? ക്യാച്ച് ചെയ്യും പെട്ടെന്ന്. അവന്റെ ഇമ്മ്യൂണിറ്റി ശക്തി അങ്ങ് കുറയും. അതുകൊണ്ട് മൈൻഡാണ് പവർഫുൾ ആയിരിക്കേണ്ടത്. നിങ്ങളുടെ മൈൻഡിനെ പവർഫുള്ളായി നിങ്ങൾ എത്രത്തോളം വെച്ചിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ബോഡി ആരോഗ്യത്തോടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ജഡത്തിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ശരീരം ക്ഷീണിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ അവസരം കൊടുക്കാതെ അതിനെ സന്തോഷിപ്പിച്ച് നിർത്തുക, മാക്സിമം സന്തോഷിപ്പിച്ച് നിർത്തുക. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് സന്തോഷത്തോടു കൂടി ഇരിക്കും. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു വിഷമം വന്നു കഴിഞ്ഞാൽ, അവനൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, അവനൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ, അവന് രോഗം വന്നു കഴിഞ്ഞാൽ അവൻ ഉടനെ എന്ത് ചെയ്യും? പോയി 2 വെള്ളം അടിക്കാം. ദുഃഖത്തിനും പ്രയാസത്തിനും അവൻ തീർക്കുന്ന കഞ്ചാവടിച്ചും വെള്ളമടിച്ചും
ഡ്രഗ്സ് വലിച്ചും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കൂടെ കൂത്തടിച്ചും അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ റീൽസും അതും മാറ്റതും മറിച്ചതും ഒക്കെ കണ്ടിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവന് ആശ്വാസവും സന്തോഷവും ഒക്കെ കണ്ടെത്താൻ നോക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, അവന് ആ ഒരു അതായത് അവൻ ചെയ്യുന്ന ആ ഒരു കാര്യം അവന്റെ ശരീരത്തിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ പിശാചിന് കടന്നു വരാൻ അവസരം കൊടുക്കുകയാണ് അവൻ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അവന്റെ ശരീരത്തെ പൂർണ്ണമായും പിശാച് തന്റെ കൺട്രോളിൽ എടുക്കുന്നു. അവനെ കൊണ്ട് അബ്നോർമൽ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ ബോധത്തിലിരിക്കുമ്പോഴാണ് അവനൊരു മനുഷ്യനായി മാറാൻ പറ്റുന്നത്. അവന്റെ ബോധ മനസ്സ് അവനെ വിട്ടുപോയാൽ അവൻ സോംബികളാണ്. നിങ്ങൾ സോംബികളെ കണ്ടിട്ടില്ലേ? അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അവരെ സോംബികളാക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് പോലും അറിയത്തില്ല അവൻ എന്തിനാ ജീവിക്കുന്നത്. സ്വന്തം അപ്പന്റെ മുമ്പിലും അമ്മയുടെ മുമ്പിലും വസ്ത്രമില്ലാതെ ജീവിക്കുക. ഒരു കുഴപ്പവും ഒരു കൂസലുമില്ല നമ്മുടെ സമൂഹം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പണ്ട് കാലങ്ങളിൽ സിനിമയിലൊക്കെ ടിവികളിലൊക്കെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടുത്തത്തിന്റെ സീനോ ഒരു ഉമ്മ വയ്ക്കലിന്റെ സീനും ഒക്കെ വരുന്നു എന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും, കോൺഷ്യസ് മൈൻഡിൽ തിരിച്ചറിയും ഇപ്പൊ വരാൻ പോകുന്ന സീൻ ഈ സീനാ. അപ്പോൾ അമ്മയോ അപ്പനോ സഹോദരങ്ങളോ ആരെങ്കിലും ഇരിക്കുന്ന സമയത്ത് പതുക്കെ ആ സ്ഥലത്ത് നമ്മൾ എസ്കേപ്പ് ആവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, റിമോട്ട് കൺട്രോൾ എടുത്ത് വെച്ചിട്ട് ചാനൽ മാറ്റും. ഇതാണ് നോർമൽ ഒരു കോൺഷ്യസ് മൈൻഡിലായിരുന്ന ഒരു കുടുംബത്തിന്റെ ഒരു പ്രത്യേകത. എല്ലാവരും കോൺഷ്യസ് മൈൻഡിലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇത് ശരിയല്ല, ഇത് നല്ലതല്ല എന്നുള്ള തിരിച്ചറിവ്, നന്മയും തിന്മയും കുറിച്ചുള്ള ഒരു തിരിച്ചറിവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യൻ കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുമ്പോഴാണ്. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യബോധത്തെ തിരിച്ചറിയുകയും തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് കോൺഷ്യസ് മൈൻഡ് ഇല്ലാത്തതിന്റെ കുഴപ്പം നന്മ ഏതാണെന്നും അറിയത്തില്ല, തിന്മ ഏതാണെന്നും അറിയത്തില്ല. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സാത്താനായതുകൊണ്ട് അവൻ തിന്മ മാത്രം തിരഞ്ഞെടുക്കാൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് നമ്മുടെ സമൂഹം ഇന്ന് തിന്മയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത്. ഇന്ന് സ്വന്തം അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഒക്കെ ഉടുതുണിയില്ലാതെ ഉരിഞ്ഞിട്ട് കിടന്ന് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും വരെ ചുമ്മാ ഇരുന്ന് സിനിമയോട് കാലിന്റെ പുറത്ത് കാലിട്ട് പോപ്കോണും തിന്നിരുന്ന് കാണുന്ന കുടുംബമാണ്. കൊച്ചു പിള്ളാരെ വരെ കൊണ്ടുപോയിരുന്ന് കാണിപ്പിച്ചു കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം. അത്രത്തോളം ബുദ്ധിശൂന്യരായി കോൺഷ്യസ് മൈൻഡ് നഷ്ടപ്പെട്ടു പോയി. തങ്ങളുടെ ശരീരങ്ങളെ മുഴുവനെയും പിശാചിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ജീവിക്കുക എന്ന സമൂഹത്തിലെ മനുഷ്യൻ. മനസ്സിലായോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടും കാണുന്ന സകല മനുഷ്യരെയും പിശാചിന്റെ കലിപ്പാവകളായി പിശാച് കൊണ്ടു നടക്കുകയാ. അവന് വേണ്ടുന്ന രീതിയിൽ അവന് ഈ ശരീരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, വഴി നടത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ ആത്മാവ് ബ്രെയിൻ ഡെത്തായി കിടക്കുന്നു, മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവരുടെ ആത്മാവ് ദുഃഖിക്കുന്നുണ്ട്, അവരുടെ ആത്മാവ് കരയുന്നുണ്ട്, അവരുടെ ആത്മാവ് നിലവിളിക്കുന്നുണ്ട്, എന്നെ ഒന്ന് കരപിടിച്ച് ഉയർത്ത് എന്നവരുടെ ആത്മാവിന് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അതവ കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ശരീരം പരസ്യമായി തിന്മ ചെയ്യുന്നതിൽ അഭിമാനമുള്ളവരായി പലരുമല്ല 99% ജനവും, പലരും എന്നല്ല 99%, 1% മാത്രമേ ഉള്ളൂ എന്തുവാ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി ചിന്തിക്കുന്നവര്. അതും മാറും, കുറച്ച് കഴിയുമ്പോൾ അതും മാറും, ആ 1%. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ പ്രിയ സഹോദരങ്ങളെ, ഈ മരണത്തിലേക്ക് തങ്ങളുടെ ശരീരത്തെ ആത്മാവിനെ കൊണ്ടുപോകുന്നവർക്ക് പിന്നീട് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് ഇപ്പോൾ കൊടുത്ത ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാവിനെ അവർ കൊല്ലുകയാണ്. പക്ഷേ ആ ആത്മാവിന് ദൈവം വീണ്ടും ഒരു ശരീരത്തെ കൊടുത്തിട്ട് ആ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന നാളുകൾ വരാൻ പോവുകയാണ്. ഇന്ന് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യൻ അറമാദിക്കുമ്പോൾ ഇതേ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യൻ നിലവിളിക്കാൻ പോകുന്ന നാളുകൾ വരാൻ പോവുകയാണ്. അതാണ് അവന്റെ ശരീരം പിന്നീട് അനുഭവിക്കാൻ പോകുന്നത്. ഈ ആത്മാവിന് മരണപ്പെട്ടതിന് ശേഷം ആ ആത്മാവിനൊരു ശരീരം കിട്ടുകയും ആ ശരീരം നിത്യയുഗം ദണ്ഡനത്തിലേക്ക് പോവുകയും ചെയ്യും. അന്ന് അവൻ കരഞ്ഞ് നിലവിളിച്ച് ദുഃഖിക്കും.
അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ശരീരത്തെ ഇപ്പോൾ നിങ്ങൾ ആരോഗ്യത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും നിങ്ങൾ ബോധമനസ്സിൽ നിങ്ങൾ വഴി നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവും സമാധാനത്തോടും സന്തോഷത്തോടും ആരോഗ്യത്തോടും നിങ്ങൾ നിർത്തും. പക്ഷേ നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും എപ്പോഴും കണക്റ്റാണ്. മനസ്സിലായോ? നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും എപ്പോഴും കണക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എപ്പോഴാണോ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ മനുഷ്യ ശരീരത്തെ ഭരിക്കാൻ തുടങ്ങുന്നതോ അപ്പോൾ ഈ കണക്ഷൻ വിച്ഛേദിക്കപ്പെടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും കണക്റ്റ് ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്ന സമയത്ത്, അങ്ങനെ ഇരിക്കുന്ന ഒരുവൻ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുമ്പോൾ, അങ്ങനെ ഇരിക്കുന്ന ഒരുവൻ ഇപ്പൊ പിടികിട്ടിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ ലോകത്തിൽ ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്നവര്. അങ്ങനെ അവർ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുമ്പോൾ അവരുടെ ആത്മാവും ജീവനോടെ ഇരിക്കുക. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഈ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്നവൻ ആത്മാവും ജീവനോടെ ഇരിക്കുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷേ അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യണം? ദൈവവചനത്തെക്കുറിച്ച്, സത്യദൈവത്തെക്കുറിച്ച്, യഥാർത്ഥ ബോധത്തെക്കുറിച്ച്, യാഥാർത്ഥ്യത്തെക്കുറിച്ച്, വചനത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ച്, ദൈവാത്മാവിനെ കുറിച്ച് അവൻ അറിഞ്ഞു തുടങ്ങുമ്പോൾ ഒരുവൻ കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുകയാണ്, അവന്റെ ആത്മാവും ജീവനോടെ ഇരിക്കുകയാണ്. ഈ ആത്മാവും ഈ കോൺഷ്യസ് മൈൻഡും ഇങ്ങനെ കണക്റ്റ് ആയിരിക്കുകയാണ്. ഇങ്ങനെ കണക്റ്റ് ആയിരിക്കുമ്പോഴാണ് അവൻ ദൈവത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങുന്നതും ദൈവവചന സത്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാൻ തുടങ്ങുന്നതും. അപ്പോൾ ഇവന്റെ ആത്മാവിൽ ദൈവാത്മാവ് വന്ന് വസിക്കും. മനസ്സിലായോ? അതായത് ലോകക്കാരനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കോൺഷ്യസ് മൈൻഡില് ഇരിക്കുന്ന ഒരുവൻ ആത്മാവ് ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊള്ളുക. കോൺഷ്യസ് മൈൻഡിലിരിക്കുന്ന ദൈവാത്മാവില്ലാതെ ആത്മാവ് ജീവനോടെ വെച്ചിരിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ കോൺഷ്യസ് മൈൻഡിലാണ് ജീവിക്കുന്ന, തെറ്റുകൾ മറ്റേ സബ് കോൺഷ്യസ് മൈൻഡ് അടിമയായി ചിലപ്പോൾ ജീവിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആത്മാവ് ജീവനോടെ ഇരിക്കുന്നു, അത് സത്യമാണ്. പക്ഷെ ആത്മാവിനെ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ ദൈവാത്മാവുമായി കണക്റ്റ് ആയിരിക്കണം ഈ ആത്മാവ്. എന്നാൽ മാത്രമേ ഈ ആത്മാവിനെ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ. ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല. പിന്നെയോ ദൈവാത്മാവിൽ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ ആ ആത്മാവ് ദൈവാത്മാവുമായി കണക്റ്റ് ആയിരിക്കാൻ അനുവദിച്ചു കൊടുക്കണം നമ്മൾ. അതിന് ദൈവവചനത്തെക്കുറിച്ച് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്ന ഒരുത്തൻ ദൈവവചനത്തെക്കുറിച്ചും ദൈവിക മർമ്മങ്ങളെക്കുറിച്ചും ദൈവിക സത്യങ്ങളെക്കുറിച്ചും തിരിച്ചറിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവാത്മാവ് അവന്റെ ആത്മാവിൽ വന്ന് വസിക്കും. അങ്ങനെ ദൈവാത്മാവ് അവന്റെ ആത്മാവിൽ വന്ന് വസിക്കുന്ന സമയത്താണ് അവൻ യഥാർത്ഥവണ്ണം ഒരു ദൈവത്തെക്കുറിച്ച് അറിയുന്ന മനുഷ്യനായി മാറുന്നത്, ദൈവത്തെക്കുറിച്ച് അറിവുള്ളവനാകുന്നത്. ദൈവം അവന്റെ ആത്മാവിനെ നിത്യരാജ്യത്തിന് വേണ്ടി ഒരുക്കും. അപ്പോൾ മനസ്സിലായോ? അവന്റെ ആത്മാവിനെ നിത്യരാജ്യത്തേക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കും. അങ്ങനെ അവന്റെ ആത്മാവിനെ നിത്യരാജ്യത്തേക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിന് സഹായകരമായി, നിങ്ങൾക്ക് അതിന് ബലം പകരുന്ന രീതിയിൽ നിങ്ങൾ ആത്മാവിൽ സന്തോഷത്തോടുകൂടി ഇരിക്കത്തക്കവണ്ണം നിങ്ങൾ ആത്മീയ ഗീതങ്ങളാലും സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും ദൈവത്തിന് പാടിയും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ആത്മാവിനെ പുതുക്കത്തോട് ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇരുന്നു കൊണ്ട് സന്തോഷിക്കും. നിങ്ങളുടെ ആത്മാവിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സന്തോഷിക്കും. നിങ്ങളുടെ ആത്മാവിനെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ദൈവാത്മാവ് ഒരുക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിന് നിത്യരാജ്യത്തിൽ പോകാൻ പറ്റുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിന് നിത്യരാജ്യത്തിലേക്ക് ദൈവം ചേർത്തുകൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തതായ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളിൽ വസിക്കാൻ ദൈവം നിങ്ങൾ അവസരം ഒരുക്കി കൊടുക്കുന്നത് എപ്പോഴാണ്? സത്യത്തെ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ, സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ. ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ക്രിസ്ത്യാനികളായ ഒത്തിരി ആൾക്കാരുണ്ട്.
അവർ വചനമൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ വചനമൊക്കെ വായിച്ചുകൊണ്ട് അവരുടെ ആത്മാവിനെ അവരിങ്ങനെ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുകയാണ്. നമ്മൾ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല, നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് കൊല്ലപ്പെടും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പം നല്ല രീതിയിലൊക്കെ അവർ ജീവിക്കുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. അവര് അങ്ങനെ ജീവിച്ചു, അവരിങ്ങനെ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്നു. അവരുടെ ആത്മാവും ജീവനോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് ദൈവമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരെയായിരിക്കും? അവർ ദൈവമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരെയായിരിക്കും? അവർ ബൈബിളിൽ കണ്ട, അവരുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന, ട്രാൻസ്ലേഷനിൽ വന്നിരിക്കുന്ന യേശു എന്ന് പറഞ്ഞ് ട്രാൻസ്ലേഷനിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണം നിങ്ങൾ. യേശു എന്ന് പറഞ്ഞ് ട്രാൻസ്ലേഷനിൽ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവരവിടെ ഇരുന്ന് വായിക്കുമ്പോഴത്തേക്കും യോ യേശു കർത്താവേ, യേശു ഞങ്ങളെ രക്ഷിച്ചു, യേശു ഞങ്ങളെ വിടുവിച്ചു, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് യേശു എന്ന് പറഞ്ഞുകൊണ്ടൊരു ദൈവത്തെ അവർ വിളിക്കുക. ഇസ്രായേലിന്റെ ദൈവത്തിന് അവർ കൊടുക്കുന്ന പേരാണ് യേശു. റീനയ്ക്ക് നിങ്ങളൊരു പേര് കൊടുത്തിട്ട് റീനയെ റാണി എന്ന് വിളിച്ചാൽ റീന റാണിയാകത്തില്ല. റീന തന്നെയാണ്. മനസ്സിലായോ? റീനയ്ക്ക് നിങ്ങളൊരു പേര് കൊടുത്തിട്ട് റീനയെ നിങ്ങൾ റാണി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ റീന റാണിയാകുമോ? റീന തന്നെയാണ്. ഇതുപോലെ ഇസ്രായേലിന്റെ ദൈവത്തിന് ഒരു നാമമുണ്ട്, എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടൊരു നാമം, എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടത്. ആ നാമത്തിന് ഒരു മാറ്റവും വരുന്നില്ല. സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ കർത്താവ് എടുത്തു പറയുകയാണ്, അന്നാളിൽ ഞാൻ ഏകനും എൻ്റെ നാമം ഏകവുമായിരിക്കും. ഒറ്റ പേരേ ഉള്ളൂ എൻ്റെ കർത്താവിന്, ഒറ്റ പേര്, സ്ഥിരമായ ഒരു നാമം എൻ്റെ കർത്താവിന്. അപ്പോൾ ആ നാമം എന്താണെന്നറിയാതെ കത്തോലിക്ക സഭയിൽ ഓരോരുത്തരും ഓരോ ബൈബിൾ അടിച്ചെടുത്തപ്പോൾ ഇംഗ്ലീഷിൽ വന്നപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്നാക്കി, മലയാളത്തിൽ യേശുവാക്കി, തമിഴിൽ യേശുവാക്കി, ഹിന്ദിയിൽ മസിയാക്കി, ഇങ്ങനെ പല രീതിയിലും അടിച്ചടിച്ച് വെച്ചിരിക്കുക. അറബിക്കിൽ ഈസയാക്കി. ഇങ്ങനെ ഓരോരുത്തരും അച്ചടിച്ച് വെച്ചിരുന്ന് ഓരോ പേരുകൾ എടുത്തു വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, യേശു ക്രിസ്തുവേ ഞങ്ങളോട് കരുണ തോന്നണേ, യേശു ക്രിസ്തു ദൈവമേ, യേശുവേ ദൈവമേ, യേശുവേ ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദൈവം യേശു എന്ന്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ സാത്താൻ എങ്ങനെയാണ് മനുഷ്യൻ വഴിപ്പെടുന്നത്, സാത്താൻ എങ്ങനെയാണ് മനുഷ്യൻ അവനെ ഒരു മനുഷ്യനെ അവൻ്റെതാക്കി മാറ്റുന്നത്. സാത്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റുപാടുമുള്ള ഒരുപാട് പേരുകൾ നമുക്ക്, ഒരുപാട് ദൈവങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ദൈവങ്ങൾക്ക് ഒരുപാട് പേരുകൾ. ചുടലസ്വാമി എന്നൊക്കെ പറയും, ചുടലസ്വാമി ദൈവം, അല്ലെങ്കിൽ കറുപ്പസ്വാമി ദൈവം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ? അപ്പോൾ ഈ കറുപ്പസ്വാമി ദൈവം, ചുടലസ്വാമി ദൈവം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു ദൈവം യഥാർത്ഥത്തിൽ ദൈവമാണോ? അല്ല. അപ്പോൾ ഈ ദൈവമെന്ന് മനുഷ്യൻ വിശ്വസിച്ച് മനുഷ്യൻ ഒരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ സാത്താൻ എന്ന് പറയുന്നത് അതത് പേരുകളിൽ അറിയപ്പെടുകയാ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഒരു രൂപം എടുത്തു വെച്ചു, ഒരു ചിത്രം വരച്ചു വെച്ചു, നിങ്ങൾ അതിന് റീന എന്ന് പേരിട്ടു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ തന്നെ എടുത്തു വെച്ചു, നിങ്ങൾ അതിനെ റീന എന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, റീന ദൈവമേ, റീന ദൈവമേ, റീന ദൈവം എന്നെ സഹായിക്കണം, റീന ദൈവം എന്നെ വിടുവിക്കണം, റീന ദൈവം എന്നെ ശക്തീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് റീന എന്ന് പേര് കൊടുത്ത് റീന എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞാൽ പിശാച് ആ റീന എന്നുള്ള പേരിൽ അവിടെ വെളിപ്പെടും. മനസ്സിലായോ? കാരണം അവന് നിങ്ങളെ വിശ്വസിപ്പിച്ച് അവന് നിങ്ങളെ അവൻ്റെതാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ദൈവമെന്ന് ആരെയാണോ ചിന്തിക്കുന്ന ആ പേരിൽ അവൻ വെളിപ്പെട്ട് നിങ്ങൾക്കൊരു നന്മ ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കും, ഈ ദൈവമാണ് എന്നെ സഹായിച്ചത്, ഈ ദൈവമാണ് എന്നെ വിടുവിച്ചത്, ഈ ദൈവമാണ് എന്നെ ശക്തീകരിച്ചത്. അതുകൊണ്ട് റീന ദൈവത്തിന്റെ പേരിൽ പിശാച് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും റീന എന്ന് പറയുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവമാണ് നിങ്ങളെ രക്ഷിച്ചതെന്നും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ ആ ദൈവത്തിന്റെ അടിമയായി എന്നേക്കും മാറും. റീന എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ അടിമയായി മാറും. ആ ദൈവത്തിനെ നിങ്ങൾ പിന്നെ എന്നും വഴിപ്പെടുത്തുള്ളൂ. മനസ്സിലാക്കണം നിങ്ങൾ. ഇതുപോലെയാണ് പിശാച് എന്ന് പറയുന്നവൻ. നിങ്ങൾ യേശു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ യേശുവേ എൻ്റെ ദൈവമേ, യേശുവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്ത് തന്നവര് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന യേശു എന്നുള്ള പേരില്ല.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം എന്ന് പറയുന്നത് യേശുവാണ്. അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിന്റെ പേര് യേശു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ യേശു ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് ആ പേരിൽ നിങ്ങളിൽ വെളിപ്പെടുകയാണ്. ആ പേരിൽ വന്നിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് അത് ഓർത്ത് വെച്ചിട്ട് വേണം ഈ പറയുന്ന കാര്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ. പിടികിട്ടിയോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ഒരുവൻ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്നു. അവൻ കോൺഷ്യസ് മൈൻഡിൽ അവനൊരു പ്രശ്നം വരുമ്പോൾ, അവനൊരു പ്രയാസം വരുമ്പോൾ, അവനൊരു ദുഃഖം വരുമ്പോൾ അവൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഈ പ്രശ്നം എന്നെ ഒന്നും തകർത്ത് കളയത്തില്ല, ഈ പ്രശ്നം എന്നെ നശിപ്പിക്കത്തില്ല, ഈ പ്രശ്നം എന്നെ ഒന്നും ചെയ്തു കളയത്തില്ല, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നൃത്തം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന സമയത്ത് അവൻ്റെ ആത്മാവും ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു, ഉല്ലസിക്കുന്നു. അങ്ങനെ അവൻ്റെ ആത്മാവ് ജീവനോടിരിക്കുന്നു. അവൻ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് ജീവനോടിരിക്കുന്നു. അങ്ങനെ അവൻ്റെ ആത്മാവും കോൺഷ്യസ് മൈൻഡിൽ അവൻ്റെ ആത്മാവ് ജീവിക്കുമ്പോൾ ഈ ആത്മാവും കോൺഷ്യസ് മൈൻഡും ഒന്നിച്ച് കണക്റ്റായി ആരോഗ്യത്തോടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ദൈവവചനം വായിക്കുകയും ദൈവവചന സത്യങ്ങളെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് ചേർന്നിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ ആത്മാവിൽ പുതുക്കമുള്ളവരായി നിങ്ങളുടെ ആത്മാവിന് ബലം പകർന്നുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടി നിങ്ങളുടെ ആത്മാവിനെ ദൈവാത്മാവ് വഴി നടത്തുകയാണ് നിത്യരാജ്യത്തിലേക്ക്. ഇത് ഒരു പോയിന്റാണ്. ഇത് ദൈവാത്മാവുള്ളവരും ഈ വചന സത്യങ്ങളെ കേൾക്കുന്നവരുമായ നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യമാണ്. മനസ്സിലാക്കുക. അതൊരു ഭാഗത്ത് മാറ്റിവെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ ചിന്തിക്കും, അപ്പോൾ സഹോദരി അപ്പം ഈ കോൺഷ്യസ് മൈൻഡോടെ കൂടെ ഇരിക്കുന്നവർ, ഈ കോൺഷ്യസ് മൈൻഡോട് കൂടി സന്തോഷത്തോടു കൂടിയും പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ അതിനെ തരണം ചെയ്തു പോകുന്നവരൊക്കെ ഈ കുറച്ചു പേരായ ഈ ലൈവ് കണ്ട ആൾക്കാർ മാത്രമല്ലല്ലോ, റീന സിസ്റ്റർ പറയുന്ന കാര്യം കേൾക്കുന്നവർ മാത്രമല്ലല്ലോ, അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ബൈബിൾ വായിച്ചും ദൈവവചനം വായിച്ചും ഒക്കെ ആൾക്കാരിരിക്കുന്നില്ലേ? അവർ സ്വയം ആത്മാവിൽ തൃപ്തിപ്പെടുന്നവരൊക്കെ സന്തോഷിക്കുന്നവരൊക്കെ ഇല്ലേ? പ്രശ്നങ്ങളെ അതിജീവിക്കുന്നവരൊക്കെ ഇല്ലേ? അപ്പൊ അവരുടെ അവസ്ഥയോ അവരുടെ ആത്മാവ് എങ്ങനെയാ? അത് മരണപ്പെട്ടിരിക്കുകയാണോ ജീവനോടിരിക്കുകയാണോ എന്നൊരു ചോദ്യം നിങ്ങളിൽ വരാതിരിക്കത്തില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരമായി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ ആ വ്യക്തികളും ഇങ്ങനെ കോൺഷ്യസ് മൈൻഡിൽ അവരിങ്ങനെ അവരുടെ ആത്മാവിനെ ജീവനോടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ആനന്ദിക്കുന്നതും അവർ പാട്ടുപാടുന്നതും അവർ സന്തോഷിക്കുന്നതും അവർ ഉല്ലസിക്കുന്നതും ഏതിനകത്താ? തൃപ്തിപ്പെടുന്നതും അവർ ഈ ബൈബിളിൽ വായിച്ചിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിലാണ്. അതായത് ഈ മലയാള ബൈബിളിനകത്ത് യേശു ക്രിസ്തു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇംഗ്ലീഷിനകത്ത് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ യേശു ക്രിസ്തു എന്നൊരു ദൈവത്തിലും ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള ദൈവത്തിലും യേശു മസി എന്ന് പറയുന്ന ദൈവത്തിലും യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിലും ഒക്കെയായിട്ട് അവരുടെ ട്രാൻസ്ലേഷനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പേരിലാണ് അവർ സന്തോഷിക്കുകയും അതിനെയാണ് ദൈവം എന്ന് വിശ്വസിച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പിശാച് എന്ത് ചെയ്യുകയാണ്? ആ നാമത്തിൽ അവരിലേക്ക് കടക്കുകയാണ്. ആ നാമത്തിൽ ദൈവമായിരുന്നു കൊണ്ട് അവർക്ക് കൊടുക്കുന്ന സന്തോഷമാ ആ സന്തോഷം. എന്തിനാ? ആ ആത്മാവ് ആരോഗ്യത്തോടെ അവൻ വെച്ചിരിക്കും. എന്തിനാ? അവന് വേണ്ടിയിട്ട്. അപ്പോൾ ദൈവം എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ആ ആത്മാവിനെ സന്തോഷത്തോടു കൂടി വെച്ചിരിക്കുന്നു, ആരോഗ്യത്തോടു കൂടി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും ആത്മാവ് ആരോഗ്യത്തോടു കൂടി ഇരുന്നാലും അത് അവനുള്ളതാ. പിടികിട്ടിയോ? ആ ആത്മാവ് മരിച്ചു പോയാലും അത് അവനുള്ളതാണ്. ആത്മാവ് ആരോഗ്യത്തോടു കൂടി ഇരുന്നാലും അത് അവനുള്ളതാ, അവന്റെ രാജ്യത്തിലേക്കുള്ളതാ. കുറച്ച് ജീവൻ ആരോഗ്യത്തോടുള്ള ആത്മാവിനെ കിട്ടി എന്നുള്ള പ്രത്യേകത അവനുള്ളൂ. അപ്പോഴും ആ ആത്മാവ് അവനുള്ളതാ. അവന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന, വേർതിരിച്ചു വെച്ചിരിക്കുന്ന ആരോഗ്യത്തോടുള്ള കുറെ ആത്മാക്കളെ അവന് കിട്ടി. അതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ കൂടുതലാ. അവർ അറിഞ്ഞ അടികൊള്ളുന്നവരാ, ആരോഗ്യത്തോടെ വെച്ചിരുന്ന് അടികൊള്ളുന്നവർ. ആരോഗ്യത്തോടെ ഇരിക്കുന്നവൻ ഇപ്പൊ ജീർണിച്ച ശരീരത്തിൽ പുഷ്ടിയില്ലാതെ ഒന്നും കഴിക്കാതെ മരണത്തിന് ആസന്നതയിൽ ഇങ്ങനെ കിടക്കുന്നവന് 10 അടി കൊടുത്താലും ഇതൊന്നും ഒന്നുമല്ല എന്ന് ചിന്തിക്കും. മനസ്സിലായോ? തിന്നും കുടിച്ചും കൊഴുത്തും ഒക്കെ ഇരിക്കുന്നവന് അയ്യോ അഴിക്കല്ലേ നോവുന്നേ എന്ന് കരയും. വ്യത്യാസം കണ്ടില്ലേ നിങ്ങള്? അതായത്
മരണാസനയിൽ കിടക്കുന്നവന് 10 അടി കൊണ്ടാലും അവൻ വിചാരിക്കും ഈ അടി കൊണ്ട് വേഗം ചാകുന്നെങ്കിൽ ചാകട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. നേരെ മറിച്ച് പുഷ്ടിയോടെ ഇരിക്കുന്നവൻ, നല്ല കൊഴുത്തിരിക്കുന്നവന് പട്ടടി കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ നോവുന്നേ 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 എന്ന് കരയും. അപ്പോൾ വചനസത്യത്തെക്കുറിച്ച് അറിഞ്ഞവർക്ക് അടി അധികമെന്നാ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിത്യനരകത്തിലേക്ക്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കാടും മേടും കടന്ന് അനേകരെ നിങ്ങൾ ഈ മാർഗത്തിൽ കൊണ്ടുവന്ന് അവരെ ഇരട്ടിച്ച നരകയോഗ്യരാക്കി തീർക്കുന്നു. മറ്റവൻ മരിച്ച് പണ്ടാര അടങ്ങി എന്ന് പറഞ്ഞ ആത്മാവിന് വലിവ് കൊടുക്കുമ്പോഴാ അവൻ നരകത്തിൽ പോകുന്നത്. ആ ആത്മാവിനാണ് ശരീരം കൊടുത്ത് നരകത്തിലേക്ക് ദണ്ഡിപ്പിക്കാൻ വിടുന്നത്. അപ്പോൾ ആ വലിച്ചു കിടക്കുന്ന ആത്മാവിനെയും കൊണ്ട് അവൻ നരകത്തിൽ പോകും. ആ വലിച്ചു കിടക്കുന്ന ആത്മാവിന് ശരീരവും കിട്ടും, അവൻ അവിടെ കിടന്ന് അനുഭവിക്കും. അവന്റെ നരകവേദന എന്ന് പറയുന്നത് ഒന്നാതെ വലിച്ചു കിടക്കുക. പക്ഷേ മറ്റൊരു അങ്ങനെയല്ല. ഈ ദൈവവചനം കയ്യിൽ വെച്ചിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയുടെയും അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞവന് അടി കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കരുത്. അറിഞ്ഞവർക്ക് അടി കൂടുതലാണ്. അപ്പോൾ ഈ ദൈവവചനം കയ്യിലിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കുക, നിങ്ങൾ അറിഞ്ഞ് പുഷ്ടിയുള്ളവരായി ആരോഗ്യത്തോടുള്ള ആത്മാവിനെ വെച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പം അടി കൂടുതലാ. അപ്പൊ പിന്നെ കരച്ചിലിന്റെയും പല്ലുകടിയുടെയും ഇത് കൂടും. നിങ്ങളെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വെച്ച പാസ്റ്റർമാരെ തെറി വിളിക്കാൻ തോന്നും. ഇന്ന് തെറി വിളിക്കാത്തവർക്കെല്ലാം അന്ന് തെറി വിളിക്കാൻ സുവർണാവസരം കിട്ടും. എടാ വൃത്തികെട്ട നായിന്റെ മോനെ, നീ അല്ലേടാ അന്ന് എന്നെ പഠിപ്പിച്ചത് ശബാത്ത് എന്ന് പറയുന്നത് വലിച്ചെറിഞ്ഞ ലോട്ടറിയാണെന്നും നറുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറിയാണെന്നും പറഞ്ഞ പാവം പെൺകൊച്ച് അവിടെ കിടന്നിട്ട് കാറിക്കൂവി പറഞ്ഞു, അയ്യോ ശബത്തിനെ ആചരിക്കണേ ആചരിക്കണേ ആചരിക്കണേ, ശബത്ത് ആചരിക്കാത്തവന് നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുമേ, നിന്റെ ആത്മാവ് കൊല്ലപ്പെടുമേ എന്നൊക്കെ ആ കൊച്ച് തൊണ്ട കീറി പറഞ്ഞപ്പോഴും ഞാനതൊക്കെ വിശ്വസിച്ചിട്ട് എന്തോ ഒരു അഭിപ്രായം ചോദിക്കാൻ ഗതികെട്ട് നായിന്റെ മോനെ നിന്റെ അടുത്തേക്ക് വന്നതാടാ എന്ന് പറഞ്ഞിട്ട് പാസ്റ്റർമാർക്കിട്ട് ചവിട്ടും തൊഴിയും ഇടിയും എല്ലാം അവിടെ കെട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ കിടാത്ത തീയിലും ചാകാത്ത പുഴുവിനെയും കൊണ്ട് ഇങ്ങനെ അവിടെ കിടന്ന് ഇരട്ടി നരകത്തിന്റെ വേദന അനുഭവിച്ച് അവിടെ കിടക്കാൻ സുവർണ അവസരമാണ് കിട്ടുക. അതാണ് വ്യത്യാസം. ഇപ്പൊ പിടികിട്ടിയോ നിങ്ങൾക്ക്? വചനം എന്ത് പറഞ്ഞ ആത്മാവ് ജീവനോടെ ഇരുന്നാലും നിങ്ങളുടെ ആത്മാവ് ജീവനോടുകൂടിയും ആരോഗ്യത്തോടെ ഇരുന്നാലും യഥാർത്ഥവണ്ണം സത്യദൈവത്തെ കണ്ടെത്തി ആ യഥാർത്ഥ സത്യദൈവത്തിന്റെ ആനന്ദത്തിൽ നിങ്ങളുടെ ആത്മാവിന് ദൈവാത്മാവുമായി കണക്ട് ചെയ്ത് നിങ്ങൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആത്മാവ് ജീവനോടെ ഇരുന്നാലും പ്രയോജനമില്ല. അത് ജീവനോടെ ആരോഗ്യത്തോടു കൂടി നരകത്തിൽ പോയി അടി കൂടുതലുള്ളൂ. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം ആത്മാവിനെ ജീവനോടെ വെച്ചിരിക്കുക എന്നുള്ളതിലല്ല ഇവിടെ പ്രാധാന്യം. ആത്മാവിനെ ജീവനോടെ വെച്ചിരിക്കുമ്പോൾ ദൈവാത്മാവിൽ ആത്മാവിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. യഥാർത്ഥ ദൈവവചന സത്യത്തിൽ ആത്മാവിനെ വഴി നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള പൊരുളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ. നിങ്ങൾക്കത് ഗ്രഹിപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു, വരം കിട്ടിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഗ്രഹിപ്പാൻ വരം ലഭിച്ചവരായ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഒരു വരമാണ് പ്രിയ സഹോദരങ്ങളെ. അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമൊന്നുമല്ല. രോഗശാന്തി വരത്തിന് വേണ്ടി കരയുന്ന ആൾക്കാരുണ്ട്. പിന്നെന്തുവാ, എനിക്ക് ഭയങ്കര രോഗശാന്തിപരമാണ്, എനിക്ക് വലിയ പ്രവചനപരമാണ്, എനിക്ക് മറ്റേ വരമാണ് മറച്ച വരമാണെന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്താ പറയുന്നത്, ഗ്രഹിപ്പാൻ വരം ലഭിച്ചവരാണ്. ആ വരമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. ആ വരം ലഭിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഭാഗ്യം ചെയ്തവരായത്. അതുകൊണ്ടാണ് ഈ സത്യങ്ങളെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് പറ്റിയത്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ ഗ്രഹിപ്പാൻ വരം ലഭിച്ചവരായതുകൊണ്ട് ഈ സത്യങ്ങളെ നിങ്ങളിപ്പോൾ ഗ്രഹിക്കുന്നു. നിങ്ങളത് ഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളിൽ ദൈവാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ ആത്മാവിനോട് ദൈവാത്മാവ് ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവിനെ ഒരുക്കി നിത്യമായ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദൈവാത്മാവ് നിങ്ങളുടെ ആത്മാവിനെ കയ്യിൽ പിടിച്ചിരിക്കുക.
നിങ്ങളുടെ ആത്മാവിന് എനിക്കുള്ളതെന്നാണ് കർത്താവ് പറയുന്നത്. നീ എനിക്കുള്ളവൾ എന്ന് കർത്താവ് വിളിച്ചു പറയുമ്പോൾ ഈ കാണുന്ന ഭൗമ ശരീരത്തെ അല്ല കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ആത്മാവിനെയാണ് കർത്താവ് പറയുന്നത്. നീ എനിക്കുള്ളവൾ എന്ന് പറയുമ്പോൾ ഈ നശിച്ചു പോകുന്ന ഈ മണ്ണിനടിയിൽ മണ്ണടഞ്ഞു പോകുന്ന നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ആത്മാവിനെയാണ് കർത്താവ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ മനസ്സിലായോ? അതിന് നിത്യരാജ്യത്തിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ ദൈവാത്മാവ് സന്നദ്ധമായിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ഈ സത്യങ്ങൾ ഗ്രഹിക്കുവാനും ഈ സത്യങ്ങളെക്കുറിച്ചുള്ള ആത്മീക കാഴ്ചപ്പാട് നിങ്ങളെ വഴി നടത്തുകയും ദൈവാത്മാവ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ദൈവാത്മാവിന് നന്ദിയുള്ളവരായിരിക്കും. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ എന്നും മുറുകെ പിടിച്ചുകൊള്ളുക. എന്നും മുറുകെ പിടിച്ചുകൊള്ളണമെങ്കിൽ ദൈവവചന സത്യങ്ങളിൽ വളരുക, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുക, പഠിക്കുക. ആത്മാവിൽ അത് എബ്രായ പാട്ടുകൾ കൂടുതൽ കേൾക്കാൻ പറ്റുന്നവർ കൂടുതൽ എബ്രായ പാട്ടുകൾ കേൾക്കുക. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നോ മനസ്സിലായില്ലയോ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ യൂട്യൂബിൽ കയറി ഹീബ്രു സോങ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, മറ്റു ഭാഷകളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മലയാള ഭാഷയിൽ പോയിട്ട് എന്ന് പറയുന്നത് മലയാള സോങ്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സകല സിനിമാ പാട്ടും വരും. തമിഴ് സോങ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സകല തമിഴ് സിനിമാ പാട്ടുകളും വരും, എല്ലാ പാട്ടുകളും വരും. ഹിന്ദി സോങ് എന്ന് അടിച്ചു കൊടുത്താൽ ഹിന്ദിയിലുള്ള സകല സിനിമാ പാട്ടും ലോകപാട്ടും എല്ലാ പാട്ടും വരും. മലയാളത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ പാട്ട് കേൾക്കണമെങ്കിൽ മലയാള ക്രിസ്ത്യൻ സോങ് എന്നടിക്കണം. ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദി ക്രിസ്ത്യൻ സോങ് എന്നടിക്കണം. ഇങ്ങനെ അടിച്ചു കൊടുക്കണം. പക്ഷേ എബ്രായ ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ പോയിട്ട് ഹീബ്രു സോങ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആകെ കൂടി കിട്ടുന്ന ഒറ്റപ്പാട്ടേ ഉള്ളത് ദൈവത്തിന്റെ പാട്ടുകളാണ് ഫുള്ളും. അവിടെ ഇവിടെങ്ങളിലൊക്കെ വല്ല ആൽബമോ അതും ഇതൊക്കെ ആൾക്കാർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ യൂട്യൂബിനകത്തൊന്നും കയറി വരത്തില്ല. മനസ്സിലായോ? ഹീബ്രു സോങ്ങുകൾ അടിച്ചു കൊടുക്കുക, ആ പാട്ടുകൾ കേൾക്കുക. നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന് ആ ഭാഷ അറിയാം. കാരണം ദൈവാത്മാവിന്റെ ഭാഷയാണ് ആ ഭാഷ. ദൈവം സംസാരിച്ച ഭാഷയാണ് ആ ഭാഷ. ആ ഭാഷയിലാണ് ദൈവം ഈ വചനത്തെ എഴുതിയിരിക്കുന്നത് പോലും. അതുകൊണ്ട് എബ്രായ പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വചനത്തെ അവർ പാട്ടാക്കി വെച്ചിരിക്കും. മനസ്സിലായോ? വിശാമ്രു ബ്നേ ഇസ്രായേൽ പുറപ്പാട് പുസ്തകം 31 അധ്യായം 16 വാക്യമാണ് ആ വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാട്ടുകളും നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ആത്മാവ് തുടിക്കും, നിങ്ങളുടെ ആത്മാവ് സന്തോഷിക്കും, നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ആത്മാവ് അതിൽ വളരുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ബലത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും നിങ്ങളുടെ ആത്മാവിനെ ക്ഷേമത്തോടുകൂടി വെച്ചിരിക്കുവാൻ എപ്പോഴും നിങ്ങൾ കടപ്പെട്ടവരാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ദിവസം പോലും മറക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ആബാ, ഇന്നെൻ്റെ ആത്മാവിനെ ആരോഗ്യത്തോടും ഇന്നെൻ്റെ ആത്മാവിനെ സംതൃപ്തിയോടും എൻ്റെ ആത്മാവിനെ ബലത്തോടും കൂടിയും നിത്യരാജ്യത്തിലേക്ക് ഒരുക്കത്തോടും കൂടിയും എൻ്റെ ആത്മാവിനെ വെച്ചിരിക്കുവാൻ ആബാ ഇന്നെന്നെ സഹായിക്കണമേ. നിത്യരാജ്യത്തിലേക്ക് എൻ്റെ ആത്മാവിനെ കൊണ്ടെത്തിക്കാൻ ദൈവാത്മാവ് എന്നെ സഹായിക്കണമേ. ദൈവാത്മാവ് അതിനായി പണിപ്പെടുന്നതിനായി തോതാബ. എൻ്റെ ആത്മാവിനെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആബ എന്നോട് കാണിക്കുന്ന കരുണയ്ക്കായി തോതാബ. എൻ്റെ ആത്മാവിനെ അപ്രകാരം ആരോഗ്യത്തോടും ജീവനോടെയും വെച്ചിരിക്കാൻ എന്നെയും അതിനായി സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ ആത്മാവിൻ്റെ ആരോഗ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കുക. ഇന്ന് എൻ്റെ ആത്മാവിന് ജീവിക്കാൻ തക്കവണ്ണമുള്ള ആത്മീക ഭക്ഷണം കൊണ്ട് എന്നെ പോറ്റിപ്പുലർത്തണമേ എന്ന് പറഞ്ഞ് അന്നുള്ള ആഹാരത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വയറ് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാതെ ആത്മാവിൻ്റെ തൃപ്തിപ്പെടുത്തുകയും വയറ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങളുടെ വയറിനുള്ളത് കർത്താവ് തന്നോളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടി ഇതൊക്കെയും കിട്ടും. എന്തോ ഉണ്മാനുള്ളതും ഉടുക്കുവാനുള്ളതും നിനക്കുള്ളതെല്ലാം ഇവിടെ കിട്ടിക്കോളും. എന്റെ വയറ് വിശക്കുന്നേ, എനിക്ക് ഭക്ഷണം തായോ, എനിക്ക് ഭക്ഷണം തായോ, എന്റെ വയറ് വിശക്കുന്നേ, അയ്യോ കർത്താവേ എനിക്ക് അതെന്നുള്ള ആഹാരം നിന്ന് പോറ്റി പുലർത്തണമേ, എന്റെ മക്കളെ തീറ്റിക്കണമേ, ഇങ്ങനെ പ്രാർത്ഥിക്കാതെ
ദൈവരാജ്യത്തിൽ എൻ്റെ ആത്മാവിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തെ കുറിച്ചും നീതിയെക്കുറിച്ചും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറ, ആബാ, എൻ്റെ ആത്മാവ് സുരക്ഷിതവും എൻ്റെ ആത്മാവ് ആരോഗ്യത്തോടും കൂടി ഇരുപ്പാൻ, എൻ്റെ ആത്മാവിന് തക്കതായ ഭക്ഷണം നൽകി എൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തണമേ, നിത്യരാജ്യത്തിലേക്ക് എൻ്റെ ആത്മാവിനെ കൊണ്ടെത്തിക്കുന്നതിനായി തോതാവ എന്ന് പറഞ്ഞ് നിങ്ങൾ ആത്മാവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അന്നത്തെ ദിവസം നിങ്ങൾക്ക് തിന്നാനുള്ളത് കിട്ടിക്കോളും. നിങ്ങളുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ദൈവം തന്നോളും. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്ന വസ്ത്രവും നിങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്ന ആഹാരവും തന്ന് നിങ്ങളെ പോറ്റി പുലർത്താൻ കർത്താവിനറിയും. കാരണം നിങ്ങളുടെ ആത്മാവ് ബലത്തോടും ആരോഗ്യത്തോടും ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും അതുപോലെ ബലത്തോടും ആരോഗ്യത്തോടും ദൈവം ഇരുത്തിക്കോളും. അങ്ങനെയാണ് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തി വെക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തി വെക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിനെ ആരോഗ്യത്തോടെ വെക്കേണ്ടത്. ആ ആരോഗ്യത്തോടിരിക്കുന്ന ബലത്തോടിരിക്കുന്ന ആത്മാവിനെ ദൈവം തക്ക സമയത്ത് ദൈവസന്നിധിയിലേക്ക്, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുപിരിയുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിനെ നിത്യരാജ്യത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും. അന്ന് ക്ഷേമത്തോടും ആരോഗ്യത്തോടും ദൈവാത്മാവ് എഴുത്തും. ശബാത്തിനെ ഒരു ദിവസം പോലും വിട്ടു കളയാതെ മുറുകെ പിടിച്ചുകൊള്ളുക. ശബാത്ത് എന്ന് പറയുന്ന അടയാളം നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ മുദ്രയിട്ട് വെച്ചിരിക്കുന്നതിനർത്ഥം. മുദ്രയിട്ട് വെച്ചിരിക്കുന്നത്, സീലിട്ട് വെച്ചിരിക്കുന്നതിനെ പൊട്ടിച്ചെടുത്തുകൊണ്ട് പോകാൻ പിശാചിന് കഴിയത്തില്ല. പറഞ്ഞ പിടി കിട്ടിയോ? മറ്റവരെയൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ് അവന്. പക്ഷേ ശബാത്തിനെ മുറുകെ പിടിച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച വൈകിട്ട് വരെ ശബാത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ച് അതിനെ കൈയൊഴിയാതെ നിങ്ങൾ എന്നും എല്ലാ ശനിയാഴ്ചകളിലും ദൈവസന്നിധിയിൽ ചേർന്നിരിപ്പാൻ നിങ്ങൾ താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടി നിങ്ങൾ ദൈവസന്നിധിയിൽ അത് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാ. നിങ്ങളുടെ ആത്മാവെന്ന് പറഞ്ഞാൽ സീല് ചെയ്ത് വെച്ചിരിക്കുക. ഇനി എനിക്കുള്ളതാ, ഇതെനിക്കുള്ളത്, ഇനി ഇത് എനിക്കുള്ളവളെന്ന് കർത്താവ് സീല് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം പറയുന്നത്, എന്റെ ശബാത്തുകളെ ഓർത്ത് ആചരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അപ്പൊ എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു അടയാളമായിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഇസ്രായേലിൻ്റെതാണ്, യൂത്ത് വൗഹേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശബത്താചാരിക്കുമ്പോൾ പിശാചിന് മനസ്സിലാകും, അയ്യോ ഇവളെ തൊടാൻ പറ്റത്തില്ല, ഇവളെ എനിക്ക് കിട്ടത്തില്ല, ഇത് കർത്താവ് സീലിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് എന്ന ബോധം അവന് വരും. അവൻ ശബത്തിനെ കാണുമ്പോഴേ വിരണ്ടോടും. നിങ്ങളെ മുദ്രയിട്ട് വെച്ചിരിക്കുന്നു എന്നവൻ തിരിച്ചറിവുണ്ടാകും. മനസ്സിലായോ? ശബത്തിനെ നിങ്ങൾ ഓർത്താചരിക്കുമ്പോൾ, ശബത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ അവന് തിരിച്ചറിവുണ്ടാകും, അയ്യോ ഇവൾ ദൈവത്തിനാൽ മുദ്രയിടപ്പെട്ട് വെച്ചിരിക്കുന്നവളാ, ഇത് ദൈവത്തിന്റെ സംഭവമാണ്, ഇത് ദൈവത്തിനുള്ള ആളാണ്, അയ്യോ ഇത് ദൈവത്തിൻ്റെതാണ്, ഇത് യൂത്ത് വൗഹേ എന്ന് പറയുന്ന സർവശക്തനായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതിക്ക് ചേർന്നതാണ് ഇവളെ കിട്ടുന്ന കാര്യം കുറച്ച് പുളിക്കും എന്നുള്ളത് അവന് തിരിച്ചറിവ് വരും. അവൻ കണ്ട് പേടിച്ചോടണം. നിങ്ങളുടെ മുദ്ര കണ്ടിട്ട്, നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന ഈ മുദ്ര കണ്ട്, ഈ അടയാളം കണ്ട്, ഇത് സർവശക്തനായ യൂത്ത് വൗഹേ എന്ന് പറയുന്ന സർവശക്തനായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിന്റെ മകനാണെന്ന് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരിൽ നിന്നും ഒരു തിരിച്ചറിവ് സാത്താൻ ഉണ്ടാകുകയാണ് നിങ്ങൾ ശബത്ത് ആചരിക്കുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ അവൻ ഭയപ്പെട്ട് ഓടും. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ, നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ മുടിക്കാൻ അവൻ കുറച്ച് പാടുപെടും. ഇതിനെ ശബാത്തിനെ ഒഴിഞ്ഞു കളയുമ്പോൾ, ശബാത്തിനെ മുടക്കിക്കളയുമ്പോൾ, ശബാത്തിൽ നിന്നും നിങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പകുതിക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് അവന് പ്രവേശിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാതെ എത്രത്തോളം നിങ്ങളെ കൊണ്ട് മുറുകെ പിടിക്കാൻ പറ്റുമോ അത്രത്തോളം മുറുകെ പിടിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ആത്മാവിൽ നിങ്ങൾ വളർച്ചയുള്ളവരായിത്തീരും. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഇത്രയും നേരം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ 2 മണിക്കൂറായെന്നാണ് തോന്നുന്നത്. എനിവേ, എന്തായാലും ഈ 2 മണിക്കൂറാണെങ്കിൽ പോലും ഇത്രയും നേരം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം അവസരം ഒരുക്കി തന്നു. എൻ്റെ നാവിനെ അതിനായി ഉപയോഗിച്ചതിനായി ദൈവത്തിന് 1000 നന്ദി, ആബയ്ക്ക് 1000 നന്ദി. അത് കേൾപ്പാൻ നിങ്ങൾക്കും ഈ പ്രഭാത സമയത്ത് അവസരം ദൈവം തന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾക്ക് സത്യങ്ങളെ ഗ്രഹിക്കുവാനും
ആത്മാവിൽ ഒരുക്കത്തോടുകൂടി ദൈവാത്മാവിൻ്റെ സഹായത്തോടുകൂടി നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം ദൈവം നിങ്ങളെ ഒരുക്കിയെടുക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുക. അതുകൊണ്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുക? ബലത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും ആത്മാവിനെ തൃപ്തിപ്പെടുത്തിയും ആത്മാവിനെ സന്തോഷിപ്പിച്ചും ആത്മാവിൽ ബലമുള്ളവരായും നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ഞാൻ പ്രത്യേകാൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ശുഭവും സുഖവുമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അവ വീണ്ടും കാഴ്ചകളിലും വിശേഷങ്ങളിലും അറിവുകളും നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ലഹിത്രോത്ത്.